എവരിവൺ, എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസിലെ NCERT ലൈൻ ബൈ ലൈനിൽ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ SN1 SN2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും ദെൻ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, എലിമിനേഷൻ റിയാക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അലോങ് വിത്ത് ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉഷാറായിട്ട് വേഗം നമ്മുടെ ഈ ഒരു NCERT ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ പേജ് തുറന്നു വെച്ച് എൻ്റെ കൂടെ തന്നെ വായിച്ചിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് നോക്കുക. ഇതിൻ്റെ മുന്നേ വരെയുള്ള ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് അതിൻ്റെ ബാക്കി ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് കഴിയും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഞാൻ കൂടുതൽ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വി നീഡ് ടു ലേൺ സം ബേസിക് കുറച്ച് എന്താ പറയുക പോയിന്റ്സ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നൊട്ടേഷൻസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, കൈറാലിറ്റി, റിട്ടൻഷൻ, ഇൻവേർഷൻ ആൻഡ് റെസമൈസേഷൻ. ഇതൊക്കെ എന്താണ്, അതിന് എക്സാമ്പിളാണ്. ഈ ടേംസ് എല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ട് ആ കോമ്പൗണ്ടിന് പ്ലെയിനർ പോളറൈസ്ഡ് ലൈറ്റിനെ, അതായത് ആദ്യം നമ്മളൊരു ഓർഡിനറി ലൈറ്റ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് കൂടെ എന്ത് വരുന്നുണ്ട്, ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനെ ഞാനൊരു നിക്കോൾ പ്രിസത്തിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, കടത്തിവിടാണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ഒരു പോളറൈസറിലൂടെ കടത്തിവിടും. പോളറൈസറിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന ലൈറ്റ് എല്ലാം ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ് ഒരു സൊല്യൂഷനിലൂടെ, ഒരു സൊല്യൂഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരിക്കും. ആ സൊല്യൂഷനിൽ എനിക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാൻ ഈ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടെങ്കിൽ ദോസ് സബ്സ്റ്റൻസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതാണ് ഇവിടെ പറഞ്ഞത്. പ്ലെയിൻ ഓഫ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ പാസിംഗ് ഓർഡിനറി ലൈറ്റ് ത്രൂ നിക്കോൾ പ്രിസം ഈസ് റൊട്ടേറ്റഡ് വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദി സൊല്യൂഷൻ ഓഫ് സർട്ടൈൻ കോമ്പൗണ്ട്സ്. ചില കോമ്പൗണ്ട്സിന്റെ സൊല്യൂഷൻസിലൂടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ലൈറ്റ് കടത്തിവിടുന്ന സമയത്ത് അതെന്ത് ചെയ്യാണ്, റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സബ്സ്റ്റൻസിനെ സച്ച് കോമ്പൗണ്ട്സ് ആർ കോൾഡ് എന്ത്, ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ്, അതായത് സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയുള്ളൂ. ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വരുന്ന സമയത്ത് അവിടുന്ന് വരുന്ന ലൈറ്റ് ഒരുപാട് പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ഷനിൽ അവർ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒന്നുകിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാനൊരു പോളറൈസറിലൂടെ കടത്തിവിടുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഒരേ പ്ലെയിനിലായിട്ട് അവർ പോളറൈസ് ചെയ്ത് വെക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വീണ്ടും നമ്മൾ ഒരു സൊല്യൂഷനിലൂടെ കടത്തിവിടുന്ന സമയത്ത് ആ സൊല്യൂഷന് പുറത്തേക്ക് വരുന്ന ലൈറ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നുകിൽ അത് ഇങ്ങനെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരിക്കും ഈ ഒരു പോളറൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കോമ്പൗണ്ടിലൂടെ കടത്തിവിടുമ്പോഴും അത് സംഭവിക്കില്ല. ചില പെർട്ടിക്കുലർ കോമ്പൗണ്ട്സിലൂടെ കടത്തിവിടുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു റൊട്ടേഷൻ ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരാളെ അവർ ഇങ്ങനെ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആദ്യം ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നത്, ഇപ്പോഴും ഇങ്ങനെയായെന്ന് പറഞ്ഞാൽ ഇത്രയും ആംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദി ആംഗിൾ ബൈ വിച്ച് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് റൊട്ടേറ്റഡ് ഈസ് മെഷേർഡ് ബൈ എൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് പൊളാരിമീറ്റർ. ഓക്കെ, അങ്ങനെ എത്ര ആംഗിൾ അത് ആ ഒരു ഡിഫ്ലക്ഷൻ അവിടെ നടന്നു എന്നുള്ളത് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പൊളാരിമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇങ്ങനെ അവർ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടിൽറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് എ റൈറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പ്രത്യേക പേര് വെച്ചിട്ടാണ്, ദാറ്റ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. അത് റൈറ്റിലേക്കാണെങ്കിൽ പ്ലെയിൻ പോളറൈസ്, ഇഫ് ദ കോമ്പൗണ്ട് റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവേർഡ്സ് റൈറ്റ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഇനി അപ്പോൾ റൈറ്റ് പറഞ്ഞാൽ നമ്മൾ എന്തും പറയണം, ലെഫ്റ്റും പറയണം. സോ ഇഫ് ദ ലൈറ്റ് റൊട്ടേറ്റ് ടുവേർഡ്സ് ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷൻ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലീവോ റൊട്ടേറ്ററി.
ഓക്കെ അല്ലേ? യെസ്. ഇനി ഡെക്സ്ട്രോ റൊട്ടേറ്ററിനെ നമ്മൾ ഏതൊരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറയാറുള്ളത്? സ്മോൾ ലെറ്റർ ഡി അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ. സ്മോൾ ലെറ്റർ ഡി അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കോമ്പൗണ്ടിന്റെ മുന്നേ, പേരിന്റെ മുന്നേ നമ്മളൊരു എന്തെടുക്കും, പേരിന്റെ മുന്നേ നമ്മളൊരു പോസിറ്റീവ് സൈൻ ഇട്ടിട്ട് പേര് പറയാണ്. ഇപ്പോൾ പോസിറ്റീവ് ഗ്ലൂക്കോസ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ്, അതൊരു എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട് ആണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഞാൻ ഡി ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഓൾസോ മീൻസ് എന്താണ്, അവരൊരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഇനി ലീവോ ആണെങ്കിൽ നമ്മൾ ഏത് ലെറ്റർ എടുക്കേണ്ടത്? ലീവോ ആണെങ്കിൽ നമുക്കുള്ള ലെറ്റർ ഈസ് എൽ ആണ്, സ്മോൾ ലെറ്റർ എൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ നമുക്ക് കൊടുക്കാം. എന്തിനാ? അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പറയാനായിട്ട്. ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്. സോ ദിസ് സൈൻ ഇസ് പ്ലേസ്ഡ് ബിഫോർ ദ ഡിഗ്രി ഓഫ് റൊട്ടേഷൻ സച്ച് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഐസോമേഴ്സ് ഓഫ് ദി കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. സോ ഒരു കോമ്പൗണ്ടിന് തന്നെ ഡിയും എല്ലും ഫോംസ് ഉണ്ടാവാം. സോ ആ ഡിയുടെയും എല്ലിനും ഒരേ കോമ്പൗണ്ടിന് തന്നെ ഡി ആൻഡ് എൽ ഫോംസ് നമുക്ക് പോസിബിൾ ആണ്. സോ ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് എന്താണെന്ന് വിളിക്കാം? അവർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണെന്ന് വിളിക്കാം. ആൻഡ് ആ ഫിനോമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇങ്ങനെ ഡി ആൻഡ് എൽ ഫോംസ് കാണിക്കാനായിട്ടുള്ള അവരുടെ കഴിവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നോ ഡൗട്ട്സ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ 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 യെസ്. ഞാൻ ഇവിടെ സൗണ്ട് എടുക്കുന്നില്ലേ, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തില്ലേ എന്നൊരു ഡൗട്ട് പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഞാൻ പോയത്. സോ നെക്സ്റ്റ് വൺ ഇസ് മോളിക്യുലാർ എസിമെട്രി അല്ലെങ്കിൽ കൈറാലിറ്റി, എനൻഷ്യോമർ. ഈ ടേംസ് ഒക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ്? മോളിക്യുലാർ എസിമെട്രി, കൈറാലിറ്റി ആൻഡ് എനൻഷ്യോമേഴ്സ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു ദാറ്റ് ക്രിസ്റ്റൽസ് ഓഫ് സർട്ടൻ കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് മിറർ ഇമേജസ് ലെയ്ഡ് ഇൻ ദ ഫൗണ്ടേഷൻ ഓഫ് എ മോഡേൺ സ്റ്റീരിയോ കെമിസ്ട്രി. ഒന്നുമില്ല, നമ്മൾ ഇവിടെ കുറച്ച് മിറർ ഇമേജസിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഹി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദി അക്വസ് സൊല്യൂഷൻ ഓഫ് ബോത്ത് ദ ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ഷോഡ് ദി ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. അതായത് ഒരു സബ്സ്റ്റൻസും അതിന്റെ മിറർ ഇമേജും രണ്ടാളും നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ടാളും ഒരേപോലെയാണ് അവരുടെ എന്ത് കാണിക്കുന്നത്? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാളും ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, യെസ്. പക്ഷെ എന്താണ്, രണ്ടാളും കാണിക്കുന്നുണ്ട്. ഇത് ഡി ആണെങ്കിൽ ഇതെല്ലാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു സബ്സ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്, അതിന്റെ മിറർ ഇമേജും ഞാൻ എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കും. പക്ഷെ ഇയാൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇയാൾ കാണിക്കുന്നത് എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതാണ് കാണുന്നത്. ബോത്ത് ദ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ഷോഡ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഒരേ രീതിയിലാണ് അല്ലെങ്കിൽ ഒരേ എമൗണ്ട് ആണ് അവരെന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. ഒരാൾ അത് റൈറ്റിലേക്കാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ മിറർ ഇമേജ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് ലെഫ്റ്റിലേക്കായിരിക്കും. Okay, yes. So he believed that this difference in optical activity was associated with the three-dimensional arrangement of atom in the molecule, അല്ലെങ്കിൽ അവരുടെ കോൺഫിഗറേഷനിൽ വരുന്ന ചേഞ്ച്. അതായത് ഇവിടെ ഇപ്പം ഞാനൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജിൽ ഇവിടെ എക്സും വൈയും ഇസഡും എച്ചും ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ഇവിടെയാണ് നമ്മുടെ എക്സ് ഉണ്ടായിരിക്കുക, വൈ ഉണ്ടായിരിക്കുക, ഇസഡ് ഉണ്ടായിരിക്കുക. സോ ഇവരുടെ കോൺഫിഗറേഷനിൽ എന്തുണ്ടാവാം? ഡിഫറൻസസ് ഉണ്ടാവാം. ഇത് നമ്മുടെ എന്താ പറയുക സോളിഡ് വെഡ്ജും ഇത് ഡാഷ് വെഡ്ജും ആണെങ്കിൽ ഇവിടെ ആണ് നമ്മുടെ ഡാഷ് വെഡ്ജ് വരുന്നത്, ഇവിടെയാണ് നമ്മുടെ സോളിഡ് വെഡ്ജ് വരുന്നത്. സോ അങ്ങനത്തെ ഡിഫറൻസ് എന്തുണ്ട്? കോൺഫിഗറേഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കാരണമാണ് അവർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത് എന്നാണ് ഈ ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തത്? ബിലീവ് ചെയ്തത്. ഓക്കെ, യെസ്. ദെൻ നമ്മുടെ വാൻ ഹോഫ് സയന്റിസ്റ്റ് എന്ത് ചെയ്തു? സെയിം ഇയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരും ഈ ഒരു സെയിം കാര്യം കണ്ടുപിടിച്ചിട്ട് അവർ പറഞ്ഞു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് 4 ഗ്രൂപ്പ്സ് അറൌണ്ട് ദി സെൻട്രൽ കാർബൺ ഈസ് ടെട്രാഹെഡ്രൽ ആൻഡ് if all the substituents attached to that carbon are different, mirror image of the molecule is not superimposed on the molecule. Such carbon is called asymmetric carbon അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ കാർബണിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള 4 ബോണ്ടാണ് ഫോം ചെയ്യാന്നുള്ള കാര്യം നമുക്കറിയാം. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സ് വൈ ഇസഡ് എച്ച് എന്ന് പറയുന്ന 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ മിറർ ഇമേജ് ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? ഇവിടെ എച്ച് ഉണ്ടായിരിക്കും, എന്താണ് ഇവിടെ ആയിരിക്കും എനിക്ക് ഇസഡ് ഉണ്ടായിരിക്കുക, ഇവിടെ വൈ ഉണ്ടായിരിക്കും, ഇവിടെ എക്സ് ഉണ്ടായിരിക്കും. ഇനി ഞാൻ ആ ഫസ്റ്റത്തെ കോമ്പൗണ്ടിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മറ്റതിന്റെ മിറർ ഇമേജിന്റെ മേലെ കൊണ്ടുപോയി വെച്ചാൽ ഇവിടെ ആരാ വരിക? ഇവിടെ എക്സ് ആണ് വരിക, ഇവിടെ വൈ ആണ് വരിക, ഇവിടെ ഇസഡ് ആണ് വരിക. കറക്റ്റ് അല്ലേ? സോ ഇവര് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല, സൂപ്പർ ഇമ്പോസിബിൾ അല്ല. അങ്ങനെ സൂപ്പർ ഇമ്പോസിബിൾ ആവുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാർബണിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു അസിമെട്രിക് കാർബൺ ആണെന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ അതൊരു സ്റ്റീരിയോ സെന്റർ ആണെന്ന് നമുക്ക് വിളിക്കാം.
യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ ഒരു കോമ്പൗണ്ടിന് എന്തുണ്ടായിരിക്കില്ല, സിമ്മെട്രി ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ മിറർ ഇമേജസ് എന്താണ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ആൻഡ് ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം കൈറാൽ ഒബ്ജക്ട്സും നോൺ കൈറാൽ ഒബ്ജക്ട്സും ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഈ കൈ എടുത്ത് ഞാൻ എന്താ പറയുക, കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതല്ലേ കാണാൻ പറ്റുക. ഇനി ഞാൻ ഇതിനെ എടുത്തിട്ട് ഇതിന്റെ മേലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ എനിക്ക് കിട്ടുക, സൂപ്പർ ഇമ്പോസിബിൾ ആണോ? എന്റെ തള്ളവിരലും ചെറിയ വിരലും ആണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്, ചെറിയ വിരലും തള്ളവിരലാണ് ഇവിടെ ഒരുമിച്ച് വന്നിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ഇവരെന്തല്ല, സൂപ്പർ ഇമ്പോസിബിൾ അല്ല. ഇങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ, കൈറാൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കൈറാൽ കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, യെസ്, അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സോ ഇങ്ങനെ കാർബണിൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് അവർ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കാർബൺ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ. Okay, yes, and the resulting molecule will lack symmetry and referred to as asymmetric molecule. അവർക്ക് സിമെട്രി ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിച്ചത്, അസിമെട്രിക് മോളിക്യൂൾ എന്ന് നമ്മൾ വിളിച്ചത്. ക്ലിയർ അല്ലേ? യെസ്. Okay, and their asymmetry of the molecule with the non-superimposability of the mirror image is responsible for their optical activity in such organic compounds. ഇങ്ങനെ അസിമെട്രിക്കും നോൺ സൂപ്പറിമ്പോസിബിൾ മിറർ ഇമേജസും അവർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്തുള്ളത്, ആ ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ദ സിമെട്രി ആൻഡ് അസിമെട്രി ആർ ഓൾസോ ഒബ്സർവ്ഡ് ഇൻ മെനി ഡേ ടു ഡേ ഒബ്ജക്ട്സ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ കാർബണിന്റെ കാര്യം മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈ ആയാലും നമ്മുടെ എന്താ പറയുക, കുറേ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ബി എന്നുള്ള പറഞ്ഞ ഒരു ലെറ്റർ ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ മിറർ ഇമേജ് എനിക്ക് കിട്ടുക ഇങ്ങനെയാണ്. ഞാൻ ഈ ബീനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്കത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല. പക്ഷെ നമ്മുടെ ലെറ്റർ വി നിങ്ങൾ എടുത്ത് നോക്കൂ, അതിന്റെ മിറർ ഇമേജും എങ്ങനെയാണ്, വി തന്നെയാണ് അല്ലേ ഉണ്ടായിരിക്കുക. സോ ഇതിന് ഞാൻ എടുത്ത് കൊണ്ടുവച്ചാൽ ഇവരെന്താണ്, സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, സൂപ്പർ ഇമ്പോസിബിൾ ആയതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ദ സിമെട്രി ആൻഡ് അസിമെട്രി ആർ ഓൾസോ ഒബ്സർവ്ഡ് ഇൻ മെനി ഡേ ടു ഡേ ലൈഫ് ഒബ്ജക്ട്സ്. ഈ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി ടോപ്പിക് വളരെ ഇലാബറേറ്റ് ചെയ്തതായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല, പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടോ ഞാൻ വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്. അല്ലെങ്കിൽ ഇത് ഫുള്ള് വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടി ആണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. സോ നിങ്ങളും എൻ്റെ കൂടെ വായിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് പോവാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ആളാണ് സ്ഫിയർ എങ്ങനെ വെച്ചാലും അതെന്തായിരിക്കും, സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. ക്യൂബ് അതേ ആയിരിക്കും, കോണും അതേ ആയിരിക്കും. ആൻഡ് ഓൾ ആർ ഐഡന്റിക്കൽ ടു ദെയർ മിറർ ഇമേജ് ആൻഡ് ക്യാൻ ബി സൂപ്പർ ഇമ്പോസ്. ഹൗവെവർ മെനി ഒബ്ജക്ട്സ് നമുക്കുണ്ട് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലുക്ക് സിമിലർ, പക്ഷേ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിന്റെ മേലെ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ടുപോയി വെച്ചാൽ അവരൊരിക്കലും എന്തല്ല, സൂപ്പർ ഇമ്പോസിബിൾ അല്ല. നമുക്ക് കാണുമ്പോൾ ഒന്നായി തോന്നാമെങ്കിലും പക്ഷെ അവരെന്തല്ല, സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്ന് നമുക്ക് പറയാം. യെസ്. ഓക്കെ, യെസ്. സോ അത് എന്തെയില്ല, കോയിൻസൈഡ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക്. സോ ദ സബ്ജക്ട്സ് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ടു ദെയർ മിറർ ഇമേജസ് ആർ സെറ്റ് ടു ബി കൈറാൽ. അതായത് അവരുടെ മിറർ ഇമേജസിൽ അവർ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കൈറാൽ കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, കൈറാൽ compounds. Clear അല്ലേ? Yes, objects that are non super ഇവിടെ രണ്ടും കൂടെ വരുന്നുള്ളൂ കേട്ടോ. യെസ്, അതിനെ നമ്മൾ കൈറാൽ എന്ന് വിളിക്കും. ആൻഡ് ഈ പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കൈറാലിറ്റി എന്നാണ് ഈ പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേര്. യെസ്. ഓക്കെ, ആൻഡ് നമുക്ക് പറയാം കൈറാൽ കോമ്പൗണ്ട് ആണെങ്കിൽ, കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, അസിമെട്രിക് കാർബൺ ആണ്, അല്ലെങ്കിൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള കാർബൺ ആണ്. അതെപ്പോഴും ഒരു നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. കാർബണിന്റെ കേസിൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി അവിടെ ഒരു കൈറാൽ കാർബൺ ഇല്ലെങ്കിൽ അതൊരിക്കലും എന്താവില്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല. Clear അല്ലേ? Yes. And chiral molecules are optically active while the objects which are superimposable on their mirror images are called achiral. അതായത് superimposable ആണെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സ് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മൾ പറയുന്ന പേരാണെന്ത്, achiral എന്ന് നമ്മൾ പറയുന്നത്. they will be optically inactive ആയിരിക്കും. chiral ആണെങ്കിൽ അവർ എന്ത് ചെയ്യുള്ളൂ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുള്ളൂ. എന്താണ്, achiral ആണെങ്കിൽ അവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കാര്യം നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഇത് നമ്മൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓർഗാനിക് മോളിക്യൂൾ എടുത്ത് അതിൻ്റെ മിറർ ഇമേജ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ മിറർ ഇമേജ് നമ്മൾ എടുത്ത് നോക്കിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, യെസ്,
നമുക്കതൊരു കൈറാൽ മോളിക്യൂളാണ് എക്കൈറാൽ മോളിക്യൂളാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളിവിടെ എടുക്കുകയാണ് നമ്മുടെ ഈ പ്രൊപ്പാൻ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടാൾ എന്താണ് സെയിം CH3 മോളിക്യൂളാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇതൊരിക്കലും ഒരു എസിമെട്രിക് കാർബൺ അല്ല. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിറർ ഇമേജ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് OH വരും, എഗെയിൻ CH3 H ഉണ്ടായിരിക്കും. ഇങ്ങനെ ഞാൻ എടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തല്ല സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് അല്ല. കറക്റ്റ് അല്ലേ? യെസ്. കാരണം ഈ OH എവിടെ വരും? അതാ സോറി ഞാൻ ഇവിടെ തൊട്ടാ കാണിക്കുന്നത്. യെസ്, ഈ OH എവിടെ വരും? ഇവിടെ വരും. കറക്റ്റ് അല്ലേ? യെസ്, ഇവിടെ ആയിരിക്കും നമുക്ക് OH ഉണ്ടായിരിക്കുക. ദെൻ കാർബൺ നമ്മുടെ CH3 H ഒക്കെ ഇവിടെയാണ് ഉണ്ടായിരിക്കുക. ഞാൻ ഇതിനെടുത്ത് ഇതിന്റെ മേലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ ഈ മിറർ ഇമേജിനെ ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ, ഈ മിറർ ഇമേജിനെ ഞാൻ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇതിന് ഈക്വൽ ആവൂലേ? എയും സിയും ഈക്വൽ ആവൂലേ? എയും സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ ഇവിടെ മേലെടുത്ത് കൊണ്ടുപോയി വെച്ചാൽ ഇവർ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, അതാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും ഒരു അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ നമുക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടെങ്കിലും അതിനെ എങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആക്കി മാറ്റാനായിട്ട് കഴിയും. സോ ഇതൊന്നും ഒരിക്കലും എന്തല്ല ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അക്കൈറാൽ മോളിക്യൂൾ ആണ്. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയാലും മാത്രമേ നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, യെസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആസ് യു ക്യാൻ സീ ക്ലിയർലി, പ്രൊപ്പാൻ 2 ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ അസിമെട്രിക് കാർബൺ ആറ്റം. ഇവിടെ ഒരു അസിമെട്രിക് കാർബൺ ആറ്റം ഇല്ല, കാരണം രണ്ടും സെയിം ഗ്രൂപ്പ്സ് CH3 ആണ് ഇവിടെ ഉള്ളത്. All the 4 groups attached to the tetrahedral carbon are not different. Correct അല്ലേ? Yes. പക്ഷേ we rotate the mirror image B of the molecule by 180 degree, so we got structure C, and try to overlap the structure C with the structure A. These structures are superimposable. So നമുക്ക് പറയാം propan 2 always achiral molecule. ഇനി നിങ്ങൾ ചോദിക്കും, അതിപ്പോൾ എപ്പോഴും നമുക്ക് 180 ഡിഗ്രി ഒക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ അപ്പോൾ സൂപ്പർ ഇമ്പോസിബിൾ എപ്പോഴും കിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അതാണ് നമ്മൾ നെക്സ്റ്റ് തന്നിട്ടുള്ളത്. എന്താണ്? ബ്യൂട്ടാൻ 2 ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കി നോക്കുക. ദിസ് ഈസ് ആൻ അസിമെട്രിക് കാർബൺ. ഇതൊരു അസിമെട്രിക് കാർബൺ ആണ്, അല്ലെങ്കിൽ കൈറാൽ കാർബൺ ആണ് നമുക്ക് ഇപ്പൊ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിന്റെ മിറർ ഇമേജ് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? OH ഇവിടെ വരും, ദെൻ എന്ത് വരും? ഇവിടെ കാർബൺ, ഇവിടെ CH3, ഇവിടെ C2H5, ഇവിടെ H. ഇങ്ങനെയല്ലേ വരിക? യെസ്. ഇനി ഇതിനെ ഞാൻ എടുത്ത് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല. ഇവിടെ OH വരും, ഇവിടെ നമ്മുടെ CH3, C2H5, H ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി ഇതിനെ ഞാൻ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും ഇവരെന്താ സംഭവിക്കുക? OH ഇവിടെ വരും, പക്ഷേ CH3ന്റെയും C2H5ന്റെയും പൊസിഷൻ വീണ്ടും അവിടെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി Dയും Fഉം ഈക്വൽ ആണോ? അല്ല. D ഈസ് നോട്ട് ഈക്വൽ ടു F. സോ അവരെന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അവരിപ്പോഴും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോഴും അവരെന്തായിട്ടില്ല? സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്യൂട്ടാൻ 2 ഒരു കൈറാൽ മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. സോ ബ്യൂട്ടാൻ 2 എന്തുണ്ട്? 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. അറ്റാച്ച്ഡ് ടു ദ ടെട്രഹൈഡ്രൽ കാർബൺ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ആസ് എ കൈറാൽ മോളിക്യൂൾ. യെസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സിന് നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ CH, CHO, OH, CH2OH. ഇതിലേതാണ് നമ്മുടെ കൈറാൽ കാർബൺ? ഏതാണ് നമ്മുടെ കൈറാൽ കാർബൺ വരുന്നത്? ഈ കാർബൺ ആണ് നമ്മുടെ കൈറാൽ കാർബൺ. കൈറാൽ കാർബൺ നമ്മൾ എപ്പോഴും ഒരു ആസ്ട്രിക് മാർക്ക് കൊടുത്താണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ, ഏതാണ് കൈറാൽ കാർബൺ എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് കൈറാൽ കാർബൺ ആയത്? ഇതിന്റെ ഒരു ബോണ്ട് CHO ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഒരു ബോണ്ട് CH2OH ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഒരു ബോണ്ട് OH ആണ്, ഒരു ബോണ്ട് ഹൈഡ്രജൻ ആണ്. സോ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ കാർബൺ എന്താണ്? ഒരു കൈറാൽ കാർബൺ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. എഗെയിൻ നമുക്കുള്ള ഈ ഒരു കാർബൺ എന്താണ്? കൈറാൽ കാർബൺ ആണ്. കാരണം 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇത് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. എഗെയിൻ വേറൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. COOH, പിന്നെ CH3. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിലേതാണ് നമ്മുടെ കൈറാൽ കാർബൺ? ഇതാണോ? അല്ല. കാരണം ഇവിടെ 3 സെയിം ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണ്. ഇതാണ് നമ്മുടെ കൈറാൽ കാർബൺ വരുന്നത്. കാരണം ഒരാൾ ഹൈഡ്രജൻ, ഒരു CH3, ഒരു COOH ആണ് നമുക്കുള്ളത്. ഇവിടെ ഒരു ബോണ്ട് കൂടെ കുറവുണ്ട്, അതിന് ഞാൻ ബ്രോമിന് കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്തായി? 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സിനായി ഇവർ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ദ കൈറാൽ കാർബൺ, അല്ലെങ്കിൽ സിമെട്രിക് കാർബൺ. കൈറാലും അക്കൈറാലും മാറരുത്. കൈറാൽ ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, അക്കൈറാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ. ആൻഡ് ദ സ്റ്റീരിയോ ഐസോമേഴ്സ്, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ നമ്മുടെ Dയും Fഉം അല്ലെങ്കിൽ Dയും Eയും ഇവരെ നമുക്ക് എന്താന്ന് വിളിക്കാം? Dയും Eയും, അല്ലെങ്കിൽ നമുക്കുള്ള Aയും Bയും.
ഓക്കെ, എയും ബിയും സൂപ്പർ ഇമ്പോസിബിൾ ആയിരുന്നില്ല. അത് 180 റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സൂപ്പർ ഇമ്പോസിബിൾ കിട്ടിയത്. സോ ഇവരെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? എനൻഷ്യോമേഴ്സ്. സ്റ്റീരിയോ ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എനൻഷ്യോമേഴ്സ്. സ്റ്റീരിയോ ഐസോമേഴ്സ് റിലേറ്റഡ് ടു ഈച്ച് അതർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എനാൻഷ്യോമേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റീരിയോ ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനൻഷ്യോമേഴ്സ്. ക്ലിയർ? യെസ്. ഈ എനൻഷ്യോമേഴ്സിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എപ്പോഴും എന്താണ്? യെസ്, എനൻഷ്യോമേഴ്സ് പ്രോസസ് ഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, നെയിംലി ദെയർ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഇതെല്ലാം എന്താണ്? രണ്ട് എനൻഷ്യോമേഴ്സ് ആണെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എപ്പോഴും എന്താണ്? ഐഡന്റിക്കൽ ആണ്. They only differ with respect to rotation of their plane polarized light. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ റൊട്ടേഷനിൽ മാത്രമേ ഇവര് ഓപ്പോസിറ്റ് ആയിട്ട് കാണുള്ളൂ. ഇപ്പൊ എയും ബിയും ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഐഡന്റിക്കൽ ആണ്, പക്ഷെ അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് വൺ ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ദി അതർ വൺ വിൽ ബി ഒരു എനൻഷ്യോമർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ അടുത്തവൻ തീർച്ചയായിട്ടും എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. യെസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, എ മിക്സ്ചർ കണ്ടെയ്നിങ് 2 എനൻഷ്യോമേഴ്സ്. അതായത് ഞാനൊരു മിക്സ്ചർ എടുക്കുകയാണ്, എയും ബിയും എനിക്കുണ്ട്, ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആണ്. ഇവർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് അല്ലെങ്കിൽ എനൻഷ്യോമേഴ്സ് ആണ്. അതായത് ഒരേ കോമ്പൗണ്ട് തന്നെ അവരുടെ 2 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണെങ്കിൽ രണ്ടിനെയും ഞാൻ 50% എടുക്കുകയാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ പോസിറ്റീവ് 50% പോസിറ്റീവ് ഇങ്ങോട്ടാക്കും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ആക്കും. അതിൽ 50% എന്നെ എന്തു ആക്കും? ലെഫ്റ്റ് സൈഡിലേക്കും ആക്കും. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുമോ? ഇല്ല, രണ്ടും കൂടെ ക്യാൻസൽ ആവും. കറക്റ്റ് അല്ലേ? അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി രണ്ടും കൂടെ എന്താവും? ക്യാൻസൽ ആയി പോകും. സോ നമ്മൾ ഒരു മിക്സ്ചർ കണ്ടെയ്നിങ് 2 എനൻഷ്യോമേഴ്സ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ എടുത്താൽ അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആസ് ദി റൊട്ടേഷൻ ഇസ് ഡ്യൂ ടു വൺ ഐസോമർ എന്ത് ചെയ്യും? ക്യാൻസൽ ആവും അതർ ഐസോമർ. കാരണം ഇവര് 50% റൈറ്റിലേക്കും അടുത്ത ആൾ 50% ലെഫ്റ്റിലേക്കും നടത്തി കഴിഞ്ഞാൽ ടോട്ടൽ റൊട്ടേഷൻ എന്തായി? ഒരാൾ ഇങ്ങോട്ടും കൊണ്ടുവന്നു, മറ്റേ ആൾ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവന്നു. സോ ടോട്ടൽ റൊട്ടേഷൻ 0 ആയിട്ട് മാറും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ സെയിം അമൗണ്ടിൽ നമ്മൾ എനൻഷ്യോമേഴ്സിന് എടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന മിക്സ്ചറിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിമിക് മിക്സ്ചർ അല്ലെങ്കിൽ റെസിമിക് മോഡിഫിക്കേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. റെസിമിക് മിക്സ്ചർ അല്ലെങ്കിൽ റെസിമിക് മോഡിഫിക്കേഷൻ. അങ്ങനെ റെസിമിക് മിക്സ്ചറിനെ നമ്മൾ എങ്ങനെയാണ് പറയാന്ന് ചോദിച്ചാൽ DL ഓഫ് ദാറ്റ് കോമ്പൗണ്ട് നമ്മൾ പറയാം, അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത് എന്നാണ് പറയുന്നത്. DL എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് എന്നുള്ള രീതിയിൽ. പ്ലസ് ഓർ മൈനസ് ബ്യൂട്ടാൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഡിനെയും എഫിനെയും ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? പ്ലസ് ഓർ മൈനസ് ബ്യൂട്ടാൻ ടൂൾ എന്നുള്ളത്. യെസ്. ഓക്കെ. ആൻഡ് ദി പ്രോസസ് ഓഫ് കൺവേർഷൻ, അതായത് നമുക്കുള്ള എന്താ പറയുക, എനൻഷ്യോമേഴ്സിനെ റെസിമിക് മിക്സ്ചർ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിമൈസേഷൻ. ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? റെസിമൈസേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഐഡന്റിഫൈ ദ കൈറാൽ ആൻഡ് അകൈറാൽ മോളിക്യൂൾ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഓഫ് കോമ്പൗണ്ട്സ്. ഓക്കെ, പെയേഴ്സ് ഓഫ് കോമ്പൗണ്ട്സ്, അതായത് നമ്മളെ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. രണ്ട് പേരിൽ നമ്മൾ ആദ്യം കണ്ടുപോവുക ഇവർ രണ്ടും ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? അകൈറാലാണ്. ഫസ്റ്റ് വൺ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ്. സോ ദിസ് മസ്റ്റ് ബി കൈറാൽ. സെക്കൻഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാർബൺ നിങ്ങൾ നോക്കി നോക്കുക. ഈ ഒരു കാർബൺ ഒരു ബോണ്ട് CH3, അടുത്ത ബോണ്ട് OH, അടുത്ത ബോണ്ട് ഹൈഡ്രജൻ, അടുത്ത ബോണ്ട് CH2, CH2, CH3. സോ ഇതെന്താണ്? കൈറാലാണെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? പക്ഷെ രണ്ടാമത്തതിൽ ഈ ഒരു കാർബൺ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ OH, ഇവിടെ CH2, CH3, ഇവിടെയും CH2, CH3. സോ ഈ കാർബൺ എന്താണ്? അക്കൈറാൽ കാർബൺ ആണ്, ഒരിക്കലും കൈറാൽ കാർബൺ അല്ല. പിന്നെ ബാക്കിയുള്ള കാർബൺ ഒന്നും എന്തായാലും ഇല്ല, കാരണം 3 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ അങ്ങനെയൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഈ കാർബൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബോണ്ട് CH3 ഫോം ചെയ്തു, ഒരു ബോണ്ട് ഹൈഡ്രജൻ ഫോം ചെയ്തു, ഒരു ബോണ്ട് ബ്രോമിൻ ആൻഡ് ഒരു ബോണ്ട് CH2, CH3. സോ ഈ കാർബൺ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കൈറാൽ കാർബൺ ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഇവിടെയും സെക്കൻഡ് വൺ ഇതെന്താണ്? തീർച്ചയായിട്ടും ഒരു അക്കൈറാലാണ്, കാരണം എല്ലാത്തിലും 2 ഹൈഡ്രജൻ വീതം പ്രസന്റ് ആണ്. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. അതിന്റെ സൊല്യൂഷനും ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു തന്നെയാണ് കാര്യം. ഓക്കെ. യെസ്.
നെക്സ്റ്റ് നമുക്കുള്ളതാണ് റിട്ടൻഷൻ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ് അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞു, എന്താണ് കൈറാൽ കാർബൺ എന്ന് പറഞ്ഞു, അക്കൈറാൽ എന്താന്ന് പറഞ്ഞു, എന്താ പറയാ നമ്മുടെ എനൻഷ്യോമേഴ്സ് എന്താന്ന് പറഞ്ഞു, റെസമൈസേഷൻ എന്താന്ന് പറഞ്ഞു. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ തേർഡ് ടേം ആണ് എന്ത്, റിട്ടൻഷൻ. എന്താണ് റിട്ടൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇൻവേർഷൻ, റിട്ടൻഷൻ ആൻഡ് റെസമൈസേഷൻ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും, നമ്മുടെ എലിമിനേഷൻ റിയാക്ഷനിലേക്ക് പോകും. ക്ലിയർ അല്ലേ? യെസ്. സോ എന്താണ് റിട്ടൻഷൻ എന്ന് നമുക്ക് നോക്കി നോക്കാം. സോ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇസ് ദ പ്രിസർവേഷൻ ഓഫ് ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ബോൺസ് ടു ആൻ അസിമെട്രിക് കാർബൺ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് എ ഇപ്പോൾ ബി ആയിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ ഇവിടുത്തത് പ്ലസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, പ്ലസ് മൈനസും അല്ല, സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇങ്ങനെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണെങ്കിൽ സെയിം സ്പേഷ്യൽ അറേഞ്ച്മെന്റ് തന്നെ ഇവിടെയും അത് റിട്ടൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിട്ടൻഷൻ എന്ന് വിളിക്കുന്നത്. എന്താ പറഞ്ഞത്, റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇസ് ദ പ്രിസർവേഷൻ ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ബോൺസ്. ബോൺസ് എല്ലാം എന്താണ് ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ബോണ്ട് എന്താണ് സോളിഡ് എഡ്ജ്, ഇവിടെയും പ്രോഡക്റ്റിലും എന്താണ് സോളിഡ് എഡ്ജ്, ഇവിടെ എന്താണ് എഗെയിൻ സോളിഡ് എഡ്ജ് CH2, എഗെയിൻ ആ ബോണ്ടിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഡാഷ്ഡ് എഡ്ജ് CH3 ഉണ്ട്, ഇവിടെ നമുക്ക് നോർമൽ ബോൺസ് ഉണ്ട്. സോ ആ കൈറാൽ കാർബണിലുള്ള ബോണ്ടുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അത് ഡാഷ് എഡ്ജ് ആയാലും സോളിഡ് എഡ്ജ് ആയാലും. കറക്റ്റ് അല്ലേ? അതായത് നമ്മുടെ സ്റ്റീരിയോ സെന്ററിലുള്ള ബോണ്ട് ഒന്നും ബ്രേക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, അത് റിട്ടൻഷൻ പോസിബിൾ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാം. കറക്റ്റ് അല്ലേ? ഇവിടെ ഈ ബോണ്ട് ഒന്നും ബ്രേക്ക് ആവാത്തതുകൊണ്ട് തന്നെ ഇവിടെ റിട്ടൻഷൻ ഈസി ആയിട്ട് നമുക്ക് നടക്കാം. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ പറയാനായിട്ട് കഴിയും, ഇഫ് ഡ്യൂറിങ് എ റിയാക്ഷൻ നോ ബോണ്ട് ഇൻ ദ സ്റ്റീരിയോ സെന്റർ ഇസ് ബ്രോക്കൺ, product will have the same general configuration of groups around the stereo center as that of the reactant. ക്ലിയർ അല്ലേ? അങ്ങനത്തെ റിയാക്ഷന് നമുക്ക് പറയാം ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് വിത്ത് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, എന്താണ് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തത് ആ സ്റ്റീരിയോ സെന്ററിലുള്ള ബോണ്ട് അല്ല. ദിസ് ഈസ് നമ്മുടെ എന്ത് സ്റ്റീരിയോ സെന്റർ എന്ന് പറയുന്നത് ഈ കാർബൺ ആണ്. ഇവിടെ ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ആയിട്ടില്ല, ഇവർക്കിടയിലുള്ള ബോണ്ടിനാണ് ഇവിടെ എന്ത് സംഭവിച്ചത്, ബ്രേക്ക് ആയത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വെറുതെ OH പോയിട്ട് ഒരു ക്ലോറിൻ ഇവിടെ വന്നു, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ കോൺഫിഗറേഷൻ അറ്റ് ദി അസിമെട്രിക് സെന്റർ ഇൻ ദ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ സെയിം. പക്ഷേ അവരുടെ സൈൻ എന്തായി, ഓപ്പോസിറ്റ് ആയി. ബട്ട് ദ സൈൻ ഓഫ് ദി ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഹാസ് ചേഞ്ച്ഡ് ഇൻ ദി പ്രോഡക്റ്റ്. അവരുടെ കോൺഫിഗറേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യാതിരുന്നിട്ടുള്ളൂ, പക്ഷെ അവരുടെ സൈൻ ഒക്കെ എന്തായി, ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് പ്രോഡക്റ്റിലേക്ക് വന്നപ്പോൾ. ഇവിടെ -2 മീഥൈൽ ബ്യൂട്ടനോൾ ആയപ്പോൾ ഇവിടെ പ്ലസ് ആണ്. അതായത് ഇത് ലീവോ റൊട്ടേറ്ററി ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും എന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. കറക്റ്റ് അല്ലേ? കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങളിപ്പോൾ ചോദിക്കും കോൺഫിഗറേഷനിൽ മാറ്റം വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണത് നെഗറ്റീവും പോസിറ്റീവ് ആയതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ബിക്കോസ് two different compounds with the same configuration at asymmetric center must have different optical rotation. അതായത് സെയിം കോൺഫിഗറേഷൻ ഉള്ള രണ്ട് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. Two different compounds with the same configuration at the asymmetric center may have different optical rotation. ഓക്കെ. അതായത് ഒരേ കോമ്പൗണ്ടിലെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിലെ ഒരേ കോൺഫിഗറേഷൻ ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് എന്ത് സംഭവിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ റൊട്ടേഷൻ സംഭവിക്കാം. ഒരാൾ ഡെക്സ്ട്രോ ഒരാൾ ലീവോ, അത് ഇറ്റ് ഹാപ്പൻസ് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അസേർഷൻ റീസൺ പോലെ നീറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തരും അസേർഷൻ, എന്താ പറയുക, നമ്മളിങ്ങനെ റിട്ടൻഷൻ നടക്കുന്ന സമയത്ത് അവരുടെ സൈന് ചേഞ്ച് ആവുന്നുണ്ട് എന്ന് തരും. എന്നിട്ട് റീസണിൽ കൊടുക്കും എന്ത്, 2 different compounds with the same configuration at the asymmetric center can have different optical rotation. So നിങ്ങൾ അത് എന്ത് ചെയ്യണം, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് എന്നുള്ള രീതിയിൽ ആൻസർ കൊടുക്കാനായിട്ട് പറ്റണം. അതിന് നമ്മൾ NCERT വായിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. വൺ മേ ബി ഡെക്സ്ട്രോ റൊട്ടേറ്ററി പ്ലസ് സൈഡ് വൈൽ ദി അതർ ക്യാൻ ബി ലീവോ റൊട്ടേറ്ററി. അതൊക്കെ സംഭവിക്കാം എന്നാണ് പറയുന്നത്.
ഇനി എന്താണ് ഇൻവേർഷൻ, എന്താണ് റിട്ടൻഷൻ, എന്താണ് റെസുമൈസേഷൻ, എന്താണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ നമ്മൾ മേലെ പറഞ്ഞ പോലെ റിട്ടൻഷൻ സംഭവിക്കും. ഇനി ചില റിയാക്ഷൻസിൽ എന്ത് സംഭവിക്കും? ദർ ആർ 3 ഔട്ട്കംസ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ A-B ആയി മാറുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടൻഷൻ സംഭവിക്കണം, അല്ലെങ്കിൽ ഇൻവേർഷൻ സംഭവിക്കണം, അല്ലെങ്കിൽ റെസുമൈസേഷൻ സംഭവിക്കണം. ഈ 3 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത് എന്നാണ് പറയുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. Yes, when the bond directly linked to an asymmetric carbon is broken. അതായത് ഇവിടെ ഈ ഒരു അസിമെട്രിക് കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്ത ബോണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്തായി? ബ്രോക്കൺ ആയിട്ട് പോയി. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? കൺസിഡർ ദ റീപ്ലേസ്മെന്റ് ഓഫ് എക്സ് ബൈ വൈ. ഓക്കെ, കാരണം എന്താ പറയുക, ആ ഒരു അസിമെട്രിക് കാർബൺ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയി പോയിട്ട് അവിടെ പുതിയ ഒരാൾ വരികയാണ്. അങ്ങനെ ആൾ വരുന്ന സമയത്ത് ഒന്നുകിൽ ആ കോൺഫിഗറേഷൻ അതേപോലെ തന്നെ വെച്ചിട്ട് അവിടെ വൈക്ക് വരാം, അല്ലെങ്കിൽ ആ കോൺഫിഗറേഷനെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് വൈക്ക് കയറി വരാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ അവിടെ എന്ത് ചെയ്യാം? നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റെസുമൈസേഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടും ഒരേ പെർസെൻറ്റേജിൽ നടക്കാനായിട്ടുള്ള ചാൻസസ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇഫ് A is the only compound obtained. നമുക്ക് നോക്കാം എയിൽ എന്താ സംഭവിച്ചത്? കോൺഫിഗറേഷനിൽ വല്ല ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കോൺഫിഗറേഷൻ റിമെയിൻസ് സെയിം ആണ്. ഇവിടെ എന്റെ കേസിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എക്സ് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെയാണ് നമ്മുടെ വൈ വന്നത്. കറക്റ്റ് അല്ലേ? യെസ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ എന്താ സംഭവിച്ചത്? റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് സംഭവിച്ചത്. നോട്ട് ദാറ്റ് ദ കോൺഫിഗറേഷൻ ഹാസ് ബീൻ റൊട്ടേറ്റഡ് ഇൻ എ. ക്ലിയർ? യെസ്. ഓക്കെ, അവിടെ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് സംഭവിച്ചത്. ഇനി ബി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ബിന്റെ കേസിൽ എന്താ സംഭവിച്ചത്? അവരുടെ എക്സ് ഉണ്ടായിരുന്ന സ്ഥലത്തല്ല വൈ ഉള്ളത്, സ്ഥലം മാറിയിട്ടുണ്ട് അല്ലെ? യെസ്. സോ ബി ഇസ് ഓൺലി കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ്. ബി ആണ് നമുക്ക് കിട്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് അതിന് എന്ത് വിളിക്കാം? നമ്മുടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ബിയിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ കോൺഫിഗറേഷൻ എന്താ ചെയ്തത്? ഇൻവേർട്ട് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? യെസ്. ഇവിടെ റൊട്ടേറ്റഡ് ഇൻ എയിൽ റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് ആൻഡ് എയിൽ എന്താണ്, അല്ലെങ്കിൽ റിട്ടൻഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണ്? ഇൻവേർഷൻ ആണ് നടന്നിട്ടുള്ളത്. ഇൻവേർട്ടഡ് ആയിപ്പോയി. ക്ലിയർ? ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ട് ഇവിടെ എത്തി. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവേർട്ട് ആയി എന്ന് പറയാം. ഇനി 50-50 മിക്സ്ചർ ഓഫ് എ ആൻഡ് ബി ആണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കാൻ പേരാണ് എന്ത് റെസുമൈസേഷൻ എന്ന് നമ്മൾ വിളിച്ചത്. റെസുമൈസേഷൻ ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. കാരണം ഈക്വൽ പെർസെൻറ്റേജ് ഓഫ് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ഈക്വൽ പെർസെൻറ്റേജ് ഓഫ് ലീവോ റൊട്ടേറ്ററി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സോ നമുക്ക് അവിടെ എന്ത് പറയാം? റെസുമൈസേഷൻ ആണ് അവിടെ നടന്നത് എന്ന് നമുക്ക് പറയാം. യെസ്. ഓക്കെ, ഇനി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ, ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചല്ലോ. എന്താണ് റിട്ടൻഷൻ, എന്താണ് ഇൻവേർഷൻ, എന്താണ് റെസുമൈസേഷൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഇത് നമ്മൾ SN1 SN2 മെക്കാനിസത്തിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ന്യൂക്ലിയോഫിലിക് റിയാക്ഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഈ SN1നും SN2നും എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Now let's have a fresh look at SN1 and SN2 mechanism by taking examples of optically active alkyl halides. Alkyl halides നമുക്ക് നോക്കിയിട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ്സിനെ എടുത്തിട്ട് അവിടെ എങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്, അവിടെ റിട്ടൻഷൻ ആണോ, ഇൻവേർഷൻ ആണോ, റെസുമൈസേഷൻ ആണോ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. Okay. Yes. So, in case of optically active halides, the product formed as a result of SN2 mechanism. SN2 mechanism നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒറ്റ ടൈമാണ് ബോണ്ട് ഫോം ചെയ്യുക. ബാക്ക് എൻഡ് അറ്റാക്ക് ആണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ തീർച്ചയായിട്ടും എന്താ നടക്കുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ നടക്കുക. ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. SN2 mechanism has the inverted configuration as compared to the reactants. This is because the nucleophile SN2 mechanism നമുക്ക് എന്താ ഉള്ളത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. This is because the nucleophile attaches himself in the side opposite to the one where halogen. കാരണം ഹാലജനും ന്യൂക്ലിയോഫൈലും അറ്റേ ടൈമാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്.
കറക്റ്റ് അല്ലേ? രണ്ടാളും അറ്റ് എ ടൈം ബോണ്ട് ഫോം ചെയ്യാണ്. സോ ഒരാൾ ഇവിടെ ആണെങ്കിൽ അടുത്ത ആൾക്ക് ഇവിടെ മാത്രമേ വന്ന് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇയാൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യാൻ കഴിയുമോ? ഇല്ല. സോ ഇവരെന്തായാലും ബാക്ക് എൻഡിലൂടെ വരുള്ളൂ. സോ ഇവിടെ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് ഇൻവേർഷൻ ആണ് സംഭവിക്കുക. ക്ലിയർ അല്ലേ? യെസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാം എന്താണ്, -2 ബ്രോമോ ഒക്ടെയിൻ ഇസ് അലൗഡ് ടു റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ നമുക്ക് +2 ഒക്ടാൻ 2 ആണ് കിട്ടുക. ക്ലിയർ ആണോ? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. SN2 റിയാക്ഷൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഹാലൈഡ്സ് ആർ അക്കമ്പനിഡ് ബൈ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? തെറ്റാണെന്നല്ല കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ SN1 വരുന്ന സമയത്ത് നമുക്കറിയാം SN1 റിയാക്ഷനിൽ നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്, കാർബോകാറ്റയോണിന്റെ ഫോർമേഷൻ. ആ കാർബോകാറ്റയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആണുള്ളത്, അല്ലെങ്കിൽ കാർബോകാറ്റയോൺ ആണുള്ളത്. sp2 ഹൈബ്രിഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ അവർ പ്ലെയിനിലാണുള്ളത്. ആ പ്ലെയിനിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം, എന്തും സംഭവിക്കാം. സോ അവിടെ റിട്ടൻഷനും നടക്കാം, എന്തും നടക്കാം, ഇൻവേർഷനും നടക്കാം. കറക്റ്റ് അല്ലേ? യെസ്. ആക്ച്വലി ദ കാർബോകാറ്റയോൺ ഫോംഡ്, നമുക്ക് അത് എങ്ങനെ പറയാം? ആക്ച്വലി യെസ്, ഇൻ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് SN1 റിയാക്ഷൻസ് ആർ അക്കമ്പനീഡ് ബൈ റെസിമൈസേഷൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ എന്താണ്, സ്ലോ സ്റ്റെപ്പ് ബീങ് sp2 ഹൈബ്രിഡൈസ്ഡ്, അതെന്താണ്, പ്ലെനാർ ആണ് അല്ലെങ്കിൽ അക്കൈറൽ ആണ്. സോ ന്യൂക്ലിയോഫൈൽ ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഫ്രം എനി സൈഡ് ഓഫ് ദ plane of carbocation resulting in the mixture of products നമുക്ക് കിട്ടാം. Okay, and in which one will be having same configuration, that is അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിട്ടൻഷൻ. ഓക്കെ, ഒന്നിന് സെയിം കോൺഫിഗറേഷൻ ഉള്ള ആളെ കിട്ടാം, attaching the same position as the halide ion, and the other having opposite. ഒന്നിന് എന്താവാം, ഓപ്പോസിറ്റ് ആവാം. ക്ലിയർ? അതും നടക്കാം. ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ ഉള്ള, സോറി യെസ്, ഓപ്പോസിറ്റ് കോൺഫിഗറേഷനിലൊന്നും നടക്കാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇൻവേർഷൻ. സോ രണ്ടും അവിടെ നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്, അതാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബ്രോമൈഡ് ഉണ്ടായിരുന്നു, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബോകാറ്റയോൺ ഉണ്ടായി. ഈ കാർബോകാറ്റയോൺ ഉണ്ടായിട്ട് ഇവിടെ OH ഒന്നുകിൽ മേലെന്ന് വരാം, അല്ലെങ്കിൽ താഴെന്ന് വരാം. ഇവരെ മേലെന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് എന്താ നടക്കുന്നത്, റിട്ടൻഷനും. ഇവിടെ നമുക്ക് നടക്കുന്നത് എന്താണ്, നമ്മളെ നേരത്തെ കോമ്പൗണ്ട് എവിടെയാണ്, ബ്രോമിൻ ഈ സൈഡിലാണ് അല്ലേ. സോ OH ഈ സൈഡിലാണെങ്കിൽ നമുക്ക് അത് എന്താന്ന് പറയാം, ദാറ്റ് ഈസ് റിട്ടൻഷൻ. ഇതെന്താണ്, ഇൻവേർഷൻ ആണ് ഇവിടെ നടന്നത്. രണ്ടും അവിടെ ഒരേ അളവിൽ നടക്കാനായിട്ടുള്ള ചാൻസസ് നമുക്ക് കാണാനായിട്ട് കഴിയും SN1 റിയാക്ഷനിൽ. ക്ലിയർ അല്ലേ? സോ ആ ഒരു പോയിന്റ് നോക്കി വെക്കുക. SN1 റിയാക്ഷനിൽ എന്തൊക്കെ നടക്കാം, ഇൻവേർഷൻ ആൻഡ് റിട്ടൻഷൻ. SN2 എടുക്കുകയാണെങ്കിൽ അവിടെ ഇൻവേർഷൻ മാത്രമാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഈ കാര്യം നോട്ട് ചെയ്യുക. ഇൻവേർഷൻ ആൻഡ് റെസിമൈസേഷൻ, റിട്ടൻഷൻ ആണ് SN1 നടക്കുന്നത്. SN2 എന്താണ്, ഇൻവേർഷൻ മാത്രമാണ് നടക്കുന്നത്. യെസ്, ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് എലിമിനേഷൻ റിയാക്ഷൻ. ഇതും കൂടെ കഴിഞ്ഞ എലിമിനേഷൻ റിയാക്ഷൻ കഴിഞ്ഞ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഹാലോ അരീൻസിന്റെ റിയാക്ഷൻസ് ആണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പോളിഹാലജൻ കോമ്പൗണ്ട്സ് ഞാൻ എന്താ പറയുക, ഇന്നിങ്ങനെ വായിക്കുന്നില്ല, നിങ്ങൾക്കും ബോറടി ആയിരിക്കും. ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ, എലിമിനേഷൻ. ഇനി ആൻഡ് എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം ലൈക്ക് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്കുള്ളത് എലിമിനേഷൻ റിയാക്ഷൻസ് ആണ്. അതായത് ഇവിടെ നമുക്ക് ഒരു പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷൻ ഓഫ് ആൽഫ ബീറ്റ കാർബണിന്റെ മോളിക്യൂൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഇവിടെ ഒരു ബോക്സിലായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കോമ്പൗണ്ട് ഉണ്ട് CH3CH2CH2X. ഓക്കെ, യെസ്. അതായത് നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടെങ്കിൽ ആ ആൽക്കൈൽ ഹാലൈഡ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള കാർബൺ, ആ കാർബൺ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൽഫ കാർബൺ. ആ കാർബണിലുള്ള ഹൈഡ്രജനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൽഫ ഹൈഡ്രജൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി അതിന്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബീറ്റ കാർബൺ. ആ ഹൈഡ്രജൻ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും, ബീറ്റ ഹൈഡ്രജൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തതിന് എന്ത് വിളിക്കാം, ഗാമ. അങ്ങനെ 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 ഇവര് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ കാര്യം മനസ്സിലായല്ലോ? ഇനി
എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. ഓക്കെ, യെസ്, എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഹാലോ ആൽക്കെയിൻ വിത്ത് ബീറ്റാ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു ഹാലോ ആൽക്കെയിനെ നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഫ്രം ബീറ്റാ കാർബൺ ആൻഡ് ഹാലജൻ ആറ്റം ഫ്രം ആൽഫ കാർബൺ വിൽ ബി ഹാപ്പനിങ്. അതായത് ഇവിടെ നല്ല വൃത്തിക്ക് നമ്മുടെ ഇവിടെ ഒരു റിയാക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എക്സ് ഉണ്ട്, ബീറ്റയിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളിക് KOH പ്രസൻസിൽ ഞാൻ ഇവരെ എടുത്തു കഴിഞ്ഞാൽ ബീറ്റയിലുള്ള ഹൈഡ്രജനും നമ്മളെ ഇവിടെയുള്ള ഹാലജനും എന്ത് ചെയ്യും റിമൂവ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. എച്ച് ആരായിട്ട് പോവും, H+ ആയിട്ട് പോവും. ക്ലിയർ ആണോ? H+ ആയിട്ട് പോകുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. സോ ഈ ബോണ്ടിനെ ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. സോ ഈ കാർബൺ ആ സമയത്ത് എത്ര ബോണ്ടാവും, അതായത് ഇവരെന്തായിട്ട് മാറും, യെസ്, ഇവിടെ നമ്മുടെ എക്സ് ഉണ്ട്, ഇവിടെയും ബോണ്ട് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ടായിരുന്നു, എച്ച് ഈ ബോണ്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടാ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എത്ര ബോണ്ടായിട്ട് മാറും, അത് ഡബിൾ ബോണ്ട് C എക്സ്. ഇവിടെ 5 ബോണ്ട് ഈ കാർബൺ ഉണ്ട്, അത് ആവശ്യമുണ്ടോ? അപ്പൊ എക്സ് എന്ത് ചെയ്യും, ഈ ബോണ്ട് എടുത്തുകൊണ്ട് X- ആയിട്ട് പോകും. സോ അവരാരായിട്ട് മാറും, അവസാനം ആൽക്കീനായിട്ട് മാറും. ആൽക്കീനായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബേസ് ആണ്. ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. നമ്മൾ പറഞ്ഞു KOH എന്ന് പറയുന്ന ബേസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്ന് പറഞ്ഞു. ആ ബേസ് വന്നിട്ട് H+ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും. സോ ആ ബോണ്ട് കാർബണിലേക്ക് വരും. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് BHഉം X- ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ആസ് എ റിസൾട്ട് ദ ആൽക്കീൻ ഈസ് ഫോംഡ് ആസ് എ പ്രോഡക്റ്റ്. ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്, ആൽക്കീൻ ആണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. സിൻസ് ബീറ്റാ ഹൈഡ്രജൻ ആറ്റം ഇൻവോൾവ് ഇൻ ദ എലിമിനേഷൻ, ബീറ്റാ ഹൈഡ്രജൻ ഇതിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് തന്നെ ഈ എലിമിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റാ എലിമിനേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താണ് ബീറ്റാ എലിമിനേഷൻ? ക്ലിയർ അല്ലേ? യെസ്. പക്ഷേ ഇനി നമുക്ക് വേറൊരു പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, CH3 CHX CH2 CH3. ഈ കോമ്പൗണ്ടിന് ഞാൻ ആൽക്കഹോളിക് KOH ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏത് കോമ്പൗണ്ടാണ് ഫോം ചെയ്യുക, ഏത് ആൽക്കീനാണ് പ്രൊഡ്യൂസ് ചെയ്യാം? കാരണം നമുക്കറിയാം ഇവിടെ ബീറ്റ എലിമിനേഷൻ ആണ് നടക്കുക എന്നുള്ളത് അല്ലേ. സോ ഇതൊരു ബീറ്റ ആണ്, ഇത് ആൽഫയാണ്, ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇയാളും എന്താണ്, ബീറ്റ ആണ്. സോ 2 ബീറ്റ കാർബണും 5 ബീറ്റ ഹൈഡ്രജൻസും നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. സോ ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പോവാം. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന റൂളാണ് സെയ്റ്റ്സെഫ് റൂൾ. എന്താണ് ആ റൂള്? സെയ്റ്റ്സെഫ് റൂൾ. അലക്സാണ്ടർ സെയ്റ്റ്സെഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ റൂൾ ഉണ്ടാക്കിയത്. ഇവിടെ ആ സയന്റിസ്റ്റ് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ഹൈഡ്രജൻ പോകുന്നത്. ഏതാണ്? നമ്മുടെ ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ ആണ് പോവുക. എന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് വിൽ ബി CH3 CH ഡബിൾ ബോണ്ട് CH3. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നായിരുന്നു പോയത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ്, CH2 ഡബിൾ ബോണ്ട് CH2 CH3. കറക്റ്റ് അല്ലേ? ഇവർ രണ്ടുപേരെയും നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആരാണ്? ഇതാണ്. ഇവിടെ 2 ഹൈഡ്രജൻ ആണല്ലേ ഈ കാർബണിലുള്ളത്. ഈ കാർബണിൽ ഒരു ഹൈഡ്രജനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു CH3 ആണുള്ളത്. സോ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഇസ് ദ മേജർ പ്രോഡക്റ്റ് എന്നാണ് ആര് പറഞ്ഞത്? സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇൻ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ദ പ്രിഫേർഡ് പ്രോഡക്റ്റ് ഈസ് ദാറ്റ് ദി ആൽക്കീൻ വിച്ച് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം. ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ ആര് വേണം? ആൽക്കൈൽ ഗ്രൂപ്പ്സ് കൂടുതൽ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ എന്ത് മേജർ പ്രോഡക്റ്റ് എന്നാണ് ആര് പറഞ്ഞത്? സെയ്റ്റ്സെഫ് റൂൾ പറഞ്ഞത്. സോ തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ സെയിം ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണ്, ഒരു കാർബണും കൂടെ ഇവിടെ എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മുടെ മേജർ പ്രോഡക്റ്റ് വരുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. മൈനർ പ്രോഡക്റ്റ് ഇതായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. ഇവിടെ നമ്മുടെ എലിമിനേഷൻ വേഴ്സസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സീരിയസ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. എലിമിനേഷനും SN1 SN2 E1 E2 റിയാക്ഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു സെഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചായി. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയിട്ട് കാണാം. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇനിയും ഇത് അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്ന് നിങ്ങൾ പോയിട്ട് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മീഡിയത്തിൽ ഏത് സന്ദർഭത്തിലാണ് SN1 SN2 E1 E2 ഒക്കെ നടക്കുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. എന്താണ് E1 E2 എന്നുള്ള കാര്യങ്ങളും അവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്.
റിയാക്ഷൻസ് വിത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ RCl അല്ലെങ്കിൽ RX എന്ന് പറയുന്ന ആള് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കോമ്പൗണ്ട് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് ഇസ് വെരി ഫേമസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്രിഗ്നാർഡ് റിയേജന്റ് അല്ലേ. നമ്മൾ ഓർഗാനിക് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ നമുക്ക് അറിയുന്ന ആളാണ് ആര്, നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് അല്ലെങ്കിൽ RMgX. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. മോസ്റ്റ് ഓർഗാനിക് ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയഡൈഡ്സ് റിയാക്ട് വിത്ത് സെർട്ടൈൻ മെറ്റൽ ടു ഗിവ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ മെറ്റൽ ബോണ്ട്. ഇവിടെ ആ കാർബണും മെഗ്നീഷ്യം തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലോറൈഡ്സും ബ്രോമൈഡ്സും അയഡൈഡ്സും ഒക്കെ ഇങ്ങനെ മോസ്റ്റ് ഓഫ് ദ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മെറ്റൽ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെ അവർ കാർബൺ മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ആര് ഗ്രിഗ്നാർഡ് റിയേജന്റ്. എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്? നമ്മൾ RX എടുക്കുക, മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RMgBr കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം. വാട്ടർ കണ്ടന്റ് അവിടെ ഉണ്ടാവരുത്. വാട്ടർ കണ്ടന്റ് അവിടെ ഉണ്ടായാൽ ഈ റിയാക്ഷൻ മെഗ്നീഷ്യം വാട്ടർ കണ്ടന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ തന്നെ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇൻ ദ ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബൺ മെഗ്നീഷ്യം ബോണ്ട് കോവാലന്റ് ആണ്. RMgX-ൽ RMg ബോണ്ട് എന്താണ്? കോവാലന്റ് ബോണ്ട് ആണ്. ആൻഡ് MgX ബോണ്ട് എന്താണ്? പോളാർ ആണ്. ഓക്കെ, യെസ്. ഈ RMgX കോമ്പൗണ്ടിലെ ഈ കാർബണും മെഗ്നീഷ്യം തമ്മിലുള്ള ബോണ്ട് കോവാലന്റ് ആയാലും ഹൈലി പോളാർ ബോണ്ടാണ് ഇവര്. ക്ലിയർ അല്ലേ? വിത്ത് കാർബൺ പുള്ളിങ് ഇലക്ട്രോൺസ് ഫ്രം ദി ഇലക്ട്രോ പോസിറ്റീവ് മെഗ്നീഷ്യം. അതായത് മെഗ്നീഷ്യം ഭയങ്കര ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് നമുക്കറിയാം. സോ കാർബൺ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിനെ കാർബണിന്റെ അടുത്തേക്ക് എടുത്തിട്ട് കാർബൺ ഒരു നെഗറ്റീവ് ചാർജും മെഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജും എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. സോ ഇവരുടെ അയണൈസേഷൻ വരുന്നത് R- Mg+X-. ഇവർ പൊതുവേ നമ്മൾ അയണൈസ് ചെയ്യുമ്പോൾ പറയാറ് എന്താണ്? R- MgX+ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് നമ്മൾ പറയുമ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇസ് ഹൈലി റിയാക്റ്റീവ് ആൻഡ് റിയാക്ട് വിത്ത് എനി സോഴ്സ് ഓഫ് പ്രോട്ടോൺ ടു ഗിവ് ഹൈഡ്രോകാർബൺ. എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് പ്രോട്ടോൺ അവിടെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ഒരു സോഴ്സ് ഓഫ് പ്രോട്ടോൺ ആൽക്കഹോൾ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ അവരായിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറാനായിട്ട് ഇവർ നോക്കാറുണ്ട് എപ്പോഴും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മൾ വാട്ടറിന്റെ പ്രസൻസിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാത്തത്. Okay, so therefore it is necessary to avoid even traces of moisture from Grignard reagent. That is why we are carrying out this reaction in presence of dry ether. നമ്മൾ carry out ചെയ്യാനുള്ള റീസൺ തന്നെ എന്താണ്? ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ആൻഡ് ഓൺ ദി അതർ സൈഡ് നമ്മളോട് ആരെങ്കിലും എങ്ങനെയാണ് ഒരു ആൽക്കൈൽ ഹാലൈഡിനെ RX-നെ എങ്ങനെ RH ആക്കി മാറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യം അതിനെ RMgX ആക്കി മാറ്റാം, ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? RX ആക്കി മാറ്റാൻ പറ്റും. നേരെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ഇല്ല. ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ RH ആക്കി മാറ്റാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് മെറ്റൽ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എന്ത്? നമ്മുടെ വുഡ്സ് റിയാക്ഷൻ. എന്താണ് റിയാക്ഷന്റെ പേര്? വുഡ്സ് റിയാക്ഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. അതായത് ഒന്നുമില്ല, നമ്മുടെ RX എന്താണ്? സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് അഗെയിൻ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ആണ് നമ്മൾ ഈ ഒരു റിയാക്ഷനും ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഗിവ് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ദ ഹാലൈഡ്. ഹാലൈഡിൽ ഇപ്പൊ നമ്മൾ RX എടുക്കുമ്പോൾ ഈ R-ൽ 2 കാർബൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ നമുക്ക് എത്ര ഉണ്ടാവും? 4 കാർബൺസ് നമുക്ക് പ്രസന്റ് ആയിരിക്കും. അതായത് RX നമ്മൾ 2 സോഡിയമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാണ്. എഗെയിൻ 2 RX നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇവരിങ്ങനെ പോയിട്ട് നമുക്ക് ആരാ കിട്ടും? R നമുക്ക് കിട്ടും. സോ നമ്മൾ തുടങ്ങുന്നത് 2 കാർബണിലാണെങ്കിൽ കിട്ടുന്നത് 4 കാർബണിലുള്ള കോമ്പൗണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. ഇനി ഇതിന്റെ അവസാനം നമ്മൾ എഗെയിൻ ഇതിന്റെ വേറൊരു പേര് നമ്മൾ പഠിക്കും. ഓക്കെ, യെസ്. അതെന്താന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അവിടെ എത്തിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കുള്ളതാണ് റിയാക്ഷൻസ് ഓഫ് ഹാലോ അരീൻസ്. ഹാലോ അരീൻസിന്റെ റിയാക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഹാലോ ആൽക്കെയിൻസിന്റെ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹാലോ അരീൻസിന്റെ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും? അവർ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ,
അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RX-ന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അവിടെ നടക്കുന്നത്. RX ഉണ്ടായിരിക്കും, അവിടെ ന്യൂക്ലിയോഫൈൽ ഉണ്ടായിരിക്കും. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അവിടുന്ന് ഈ RX ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ RNU ആയിട്ട് മാറുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ അരൈൽ കോമ്പൗണ്ട്സിൽ നമുക്ക് ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, കറക്റ്റ് അല്ലേ? പക്ഷേ അരൈൽ കോമ്പൗണ്ട്സിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അരൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു ദിസ് ഫോളോയിങ് റീസൺസ്. അവർ എക്സ്ട്രീംലി എന്താണ്, ലെസ് റിയാക്റ്റീവ് ആണ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്? റെസൊണൻസ് എഫക്റ്റ് ആണ് ഫസ്റ്റ് റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എം സോറി, പെട്ടെന്ന് വന്നതാണ്. യെസ്, ഓക്കെ. സോ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസൊണൻസ് എഫക്റ്റിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഏത് കളർ എടുക്കും? യെസ്, ഓക്കെ. റെസൊണൻസ് എഫക്റ്റിൽ ഇവിടെ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. സോ ഇവിടെ ഒരുപാട് എന്തുണ്ട്, ലോൺ പേയേഴ്സ് ഇവിടെ പ്രസന്റ് ആണ്. സോ ആ ലോൺ പേയേഴ്സ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇത്തരത്തിലൊരു റെസൊണൻസ് ഇവിടെ പോസിബിൾ ആണ്. ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ദർ ഈസ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ബിറ്റ്വീൻ ദി കാർബൺ ആൻഡ് ക്ലോറിൻ. സോ നമുക്കിത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് എന്തല്ല, അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ വൈ അരൈൽ ഹാലൈഡ്സ് കൻ നോട്ട് അണ്ടർഗോ ഇൻ ദ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? യെസ്, ഓക്കെ. In haloarenes, the electron pairs on halogen atom are in conjugation with pi electrons of the ring. Then the Cl bond acquires and ഒരു partial double bond character due to resonance. As a result, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. അതൊരു കാര്യം. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട്. അതായത് നമ്മുടെ എന്താ പറയാ, ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ RX-ലാണെങ്കിൽ അവർ ഏത് ഹൈബ്രിഡൈസ്ഡ് ആണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷേ അരൈലിലേക്ക് വരുമ്പോൾ ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റർ ദി എസ് ക്യാരക്ടർ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും എസ് ക്യാരക്ടർ കൂടിക്കഴിഞ്ഞാൽ. സോ നമ്മൾ sp3നെയും sp2നെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് കാർബൺ ആരായിരിക്കും? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. സോ ഇവിടെ ഈ ഒരു കാർബണും ഈ ഒരു ഹാലജനും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ ആണ്. കാരണം കാർബൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഇവിടെ അവർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അത്രത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. ഈ ബോണ്ടിന്റെ അത്ര പോളാർ ആയിരിക്കില്ല ഈ ബോണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇൻ ഹാലോ ആൽക്കെയിൻ കാർബൺ അറ്റാച്ച്ഡ് ടു ദി ഹാലജൻ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്, വൈൽ ഇൻ കേസ് ഓഫ് ഹാലോ ആൽക്കെയിൻസിന്റെ കേസിൽ അവർ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഹാലോ അരീൻസ് ആണെങ്കിൽ അവർ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന് ഗ്രേറ്റർ എസ് ക്യാരക്ടർ, അതായത് sp2 ഹൈബ്രിഡൈസിന് 33% എസ് ക്യാരക്ടറും sp3 ആണെങ്കിൽ 25% എസ് ക്യാരക്ടറും ആണുള്ളത്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ കൂടുതൽ എസ് ക്യാരക്ടർ sp2 ഹൈബ്രിഡൈസിനുള്ളതുകൊണ്ട് ദേ ആർ മോർ ഇലക്ട്രോനെഗറ്റീവ്. കറക്റ്റ് അല്ലേ? കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറവായിരിക്കും. കൂടുതൽ സ്ട്രോങ് ബോണ്ട് ആയിരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? യെസ്. ഇനി ബോണ്ട് ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോണ്ട് ലെങ്ത് 177 പൈക്കോമീറ്ററും ഇവരുടെ ബോണ്ട് ലെങ്ത് 169 പൈക്കോമീറ്ററും ആണ്. ദാറ്റ് മീൻസ് ഇത് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ബോണ്ടാണ്. അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. ഷോർട്ടർ ദി ബോണ്ട് ലെങ്ത് സ്ട്രോങ്ങർ ഇസ് ദ ബോണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? ബോണ്ട് എന്തായിരിക്കും? കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും ബോണ്ട് ലെങ്ത് കുറയുന്ന സമയത്ത്. സോ അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ? യെസ്. അത് വേറൊരു കാര്യം. ഇനിയും തീർന്നില്ല. 4 റീസൺസ് ആണ് നമുക്കുള്ളത് കേട്ടോ. സോ ഫസ്റ്റ് റീസൺ റെസൊണൻസ് എഫക്റ്റ് ഞാൻ പറഞ്ഞു. സെക്കൻഡ് റീസൺ എന്തായിരുന്നു? സെക്കൻഡ് റീസൺ നമുക്കുള്ളതാണ് എന്ത്? ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ CX ബോണ്ട്. CX ബോണ്ടിലെ ഹൈബ്രിഡൈസേഷനിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് റീസൺ ഇസ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോണിന്റെ ഇൻസ്റ്റെബിലിറ്റി ആണ് വേറൊരു കാര്യം. അതായത് അവിടുന്ന് ആ ഒരു ക്ലോറിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കാറ്റയോൺ എന്താണ്? ഫീനൈൽ കാറ്റയോൺ ആണ്. അതായത്
വിത്ത് എ പോസിറ്റീവ് ചാർജ് ഇവിടെ. ഇവരെന്താണ് വെരി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആണ് ഈ ഒരു ഫീനൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഹാലോവരിൻസ്, ഫീനൈൽ കാർബോകാറ്റയോൺ ഇസ് ഫോംഡ് ആസ് റിസൾട്ട് ഓഫ് സെൽഫ് അയണൈസേഷൻ വിച്ച് വിൽ നോട്ട് ബി സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. സോ SN1 മെക്കാനിസത്തിൽ ഇതെന്തായാലും ഒരിക്കലും എന്ത് ചെയ്യില്ല, നടക്കില്ല. കാരണം ഈ ഒരു കാർബോകാറ്റയോൺ സ്റ്റേബിൾ അല്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു റീസൺ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദി പോസിബിൾ റിപ്പൾഷൻ. റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരാളാണ് ആര്, നമ്മുടെ ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. ഈ അരോമാറ്റിക് റിംഗ് എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിച്ച്നെസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഇലക്ട്രോൺ റിച്ച് ആയ ഒരാൾ വരുമ്പോൾ ഇവിടെ എന്ത് നടക്കും, റിപ്പൾഷൻ ഇവിടെ നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അനദർ റീസൺ ബിഹൈൻഡ് ദി അറൈൽ കോമ്പൗണ്ട്സ് വിച്ച് ഡു നോട്ട് അണ്ടർഗോ ഇൻ ദ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. പക്ഷേ എന്നാലും റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ അതേപോലെയുള്ള എന്ത് പഠിക്കാനായിട്ടുണ്ട്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കാനായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്രമാറ്റിക് കണ്ടീഷനിൽ വേണമെങ്കിൽ ഇവർ അണ്ടർഗോ ചെയ്യാം, നോർമൽ കണ്ടീഷനിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് അണ്ടർഗോ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ക്ലോറോബെൻസീനെ കുറിച്ചിട്ടാണ്. ക്ലോറോബെൻസീനിലെ ക്ലോറിനെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് അവിടെ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ക്ലോറോബെൻസീൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഫിനോൾ ബൈ, നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു, ബൈ ഹീറ്റിംഗ് ഇൻ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതെന്തായാലും നമ്മൾ ഒരു ന്യൂക്ലിയോ ഫൈൽ അവിടെ കൊടുക്കണമല്ലോ. അറ്റ് എ ടെമ്പറേച്ചർ 623 കെൽവിൻ ആൻഡ് പ്രഷർ 300 അറ്റ്മോസ്ഫിയർ. അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. എന്താ നമ്മളിവിടെ ക്ലോറോബെൻസീൻ എടുത്തു, NaOH 623 കെൽവിൻ 300 അറ്റ്മോസ്ഫിയർ ഫോളോഡ് ബൈ എന്ത്, അസിഡിക് ഹൈഡ്രോളിസിസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, കറസ്പോണ്ടിങ് ഫീനോൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ സെയിം റിയാക്ഷൻ തന്നെ നമുക്ക് കൂടുതൽ എന്താ പറയുക, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. എപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമുക്കറിയാം നമ്മൾ ഒരു റീസൺ ഇവർ ഈ ഒരു ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാതിരിക്കാനുള്ള റീസൺ, വൺ ഓഫ് ദ റീസൺ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഇലക്ട്രോൺ റിച്ച് ആണ് ആര്, നമ്മുടെ ഈ ഒരു ബെൻസീൻ റിങ്. അതൊരു റീസൺ ആണ് അവരങ്ങനെ ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക, റെസൊണൻസ്, ഇതൊക്കെ അതിനൊരു കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അങ്ങനത്തെ ഇലക്ട്രോൺ റിച്ച്നെസ്, നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ ഇലക്ട്രോൺ റിച്ച്നെസ് ഒക്കെ കുറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിന് അതിന്റെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷൻസിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ സെയിം റിയാക്ഷൻസ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ പാരാ പൊസിഷനിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള നൈട്രോ ഗ്രൂപ്പിന് അറ്റാച്ച് ചെയ്ത സമയത്ത് നമ്മൾ 623 കെൽവിൻ ആദ്യം നമ്മൾ കൊടുത്തിരുന്ന നമുക്ക് ഇപ്പൊ എത്ര കൊടുത്താൽ മതി, 443 കെൽവിന് കൊടുക്കുമ്പോഴേ ആ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളൊരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ടെമ്പറേച്ചറിൽ വ്യത്യാസങ്ങൾ വന്നു. കറക്റ്റ് അല്ലേ? അതുപോലെ ഞാൻ ഇനി പാരയിൽ ഓൾറെഡി ഉണ്ട്, ഇനി ഞാൻ ഒന്ന് ഓർത്തോലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എഗെയിൻ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് എത്രയായി, 368 കെൽവിനായിട്ട് അത് മാറി. നമ്മൾ രണ്ട് സ്ഥലത്ത് എന്ത് കൊണ്ടുവന്നു, നൈട്രോജനെ കൊണ്ടുവന്നു, നൈട്രോ ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിലും എന്തുണ്ടാവും, ആ നൈട്രോ ഗ്രൂപ്പ്സ് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതില്ലാതെ നമുക്ക് ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ കോമ്പൗണ്ടിൽ നൈട്രോ ഗ്രൂപ്പ് ഉള്ള അങ്ങനത്തെ കോമ്പൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ എന്തില്, ടെമ്പറേച്ചറിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി 3 സ്ഥലത്തും, 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും നമുക്ക് ഈ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വാട്ടറിൽ ഇതിനെ വാം ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടുമായിരുന്നേനെ, നമ്മുടെ പ്രോഡക്റ്റിനെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ, 3 സ്ഥലത്തും നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്കിത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ പറഞ്ഞു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് മാത്രം. വൈ നോട്ട് മെറ്റ? എന്തുകൊണ്ട് നമ്മൾ മെറ്റാ സൈഡ് അല്ലെങ്കിൽ മെറ്റാ പൊസിഷൻ ഇവിടെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി എഫക്റ്റ് ഈസ് പ്രൊനൗൺസ്ഡ് വെൻ NO2 ഗ്രൂപ്പ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിൽ വെക്കുമ്പോൾ മാത്രമേ ഈ എഫക്റ്റ് നല്ല രീതിയിലുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് മെറ്റയിൽ നമുക്ക് അങ്ങനെ ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, no effect is reactivity is obtained when we put it at the meta position. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിനാണ് നമുക്ക് ഈ ഒരു മെക്കാനിസം ഇവിടെ തന്നിട്ടുള്ളത്. അതായത് നമ്മൾ പാരാ ഐസോമറിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, പാരാ ഐസോമറിൽ വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി നമ്മളൊരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിനെയാണ് വെക്കുന്നത്. നൈട്രോ ഗ്രൂപ്പ് ആകുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. നമ്മുടെ ബേസിക് മീഡിയത്തിൽ നമുക്ക് OH- ഉണ്ട്. ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലോറിനെ ഇവിടുന്ന് മാറ്റിയിട്ട് OH ഇങ്ങോട്ട് കയറാണ് വേണ്ടത്. സോ ഇവിടുന്ന് കയറുന്ന സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ദെൻ ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അങ്ങോട്ടാണ് OH വരുന്നത്.
ക്ലിയർ അല്ലേ? അതായത് ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഉള്ള കോമ്പൗണ്ട് എന്താണ്, ഇങ്ങനെ ഒരു ബോണ്ട് ബോണ്ട് ബോണ്ട്, ഇവിടെ CL ഉണ്ട്. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും അല്ലേ വരിക. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ നമ്മൾ OH മൈനസ് എങ്ങോട്ട് വരും, ആ പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് വരും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ആ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുമ്പോൾ അത് നമ്മൾ എങ്ങോട്ട് വരും, നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിലേക്കും അത് എന്ത് ചെയ്യാം, അത് എടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഈ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉള്ള പൊസിഷനിൽ ആ നെഗറ്റീവ് ചാർജ് അവിടെ വരുന്നുണ്ടായിരുന്നു. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റെസൊണൻസിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തെ സ്റ്റെപ്പിൽ ഈ ക്ലോറിൻ അവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മുടെ OH ആയിട്ട് മാറും. അതിനി ഓർത്തോലാണെങ്കിലും ആ നെഗറ്റീവ് ചാർജ് വരുന്ന പൊസിഷനിലാണ് നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മുടെ റെസൊണൻസ് നടക്കുമ്പോഴൊന്നും നമ്മുടെ മെറ്റാ പൊസിഷനിൽ ഒരിക്കലും ആ നെഗറ്റീവ് ചാർജ് വരുന്നില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നെഗറ്റീവ് ചാർജ് ഫസ്റ്റ് വരുന്നത് ഓർത്തോ പൊസിഷൻ, ദെൻ അത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടാണ്, ആദ്യം ഇങ്ങോട്ട് വന്നു, ഈ ബോണ്ട് നേരെ പാരയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഓർത്തോയിലും പാരയിലും മാത്രമേ ആ നെഗറ്റീവ് ചാർജ് അവിടെ വരുന്നുള്ളൂ. കറക്റ്റ് അല്ലേ? യെസ്, ആ നെഗറ്റീവ് ചാർജ് വരുന്ന സ്ഥലത്ത് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതൊരു ഉപകാരം ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് മെറ്റാ പൊസിഷനിൽ നമ്മൾ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം, ആസ് ഷോൺ ദ പ്രസൻസ് ഓഫ് നൈട്രോ അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് വിഡ്രോസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം ബെൻസീൻ. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ നൈട്രോ ഗ്രൂപ്പിൽ ആ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് വലിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റിനെ കുറക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? ആൻഡ് ദസ് ഫെസിലിറ്റേറ്റ് ദി അറ്റാക്ക് ഓഫ് the nucleophile on haloarine. Clear അല്ലേ? Yes, the carbanion thus formed is stabilized through resonance. Clear ആണോ? So the negative charge appear at the ortho and para position. So നമ്മുടെ വെക്കുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിനെ നമ്മൾ എവിടെ വെക്കണം, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ വെക്കണം. ഇൻ കേസ് ഓഫ് മെറ്റാ നൈട്രോബെൻസീൻ എന്താണ്, നൺ ഓഫ് ദി റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ബെയർ എ നെഗറ്റീവ് ചാർജ് ഓൺ കാർബൺ ബെയറിംഗ് നൈട്രോ ഗ്രൂപ്പ് ഓൺ മെറ്റാ പൊസിഷൻ. Therefore the presence of nitro group at meta position does not make any sense അല്ലേ? കാരണം അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഒന്നും വരുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ അവിടെ കൊണ്ടുപോയി നൈട്രോ വെക്കുന്നത്? നെഗറ്റീവ് ചാർജ് വരുന്ന സ്ഥലത്താണ് നമ്മൾ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമുള്ളത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മുടെ എന്തിനെ പറ്റി പറയുന്ന സമയത്ത്, അറൈൽ ഹാലൈഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, അവർ നോർമലായിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യില്ല. ഡ്യൂ ടു റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, ദെൻ sp2 ഹൈബ്രിഡൈസേഷൻ്റെ എഫക്റ്റ് ഉണ്ട്, ദെൻ നമ്മുടെ ഇലക്ട്രോൺ റിച്ച്നെസ് അല്ലെങ്കിൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ. ഇങ്ങനെ 4 റീസൺസ് നമ്മൾ പഠിച്ചു. ദെൻ വീണ്ടും അവർ അണ്ടർഗോ ചെയ്യുന്നുണ്ട് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിച്ചു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്താൽ എന്ത് ഡിഫറൻസ് ആണ് ആ ടെമ്പറേച്ചറുകളിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ? ഈ ഗ്രൂപ്പ്, ഈ ഒരു ടേബിൾ, ഈ ഒരു ബോക്സിൽ പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, അത് ബോർഡ് എക്സാമിനായാലും കോമ്പറ്റീറ്റീവ് എക്സാമിനായാലും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്, ഒരു ക്ലോറോ ബെൻസീൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ട കാര്യമാണ്, ഫസ്റ്റ് വൺ ഹാലോജിനേഷൻ വരാം, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ്, ആൽക്കൈലേഷൻ, അസോയിലേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം ഇതിൽ ഏതൊക്കെ ഇവർ അണ്ടർഗോ ചെയ്യും, അണ്ടർഗോ ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ ഇതൊക്കെയാണ് നമുക്കുള്ള കോമൺ റിയാക്ഷൻസ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ട്. ഇനി ഇവിടെ ഈ ഒരു അറൈൽ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏത് പൊസിഷനിൽ നടക്കും എന്നുള്ള കാര്യം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, ക്ലോറിൻ വിത്ത് എന്തുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട്. സോ ഇവിടെ ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്താണ് നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന എന്താ പറയുക കോമ്പൗണ്ട് എന്ന് പറയുന്നത്, നെഗറ്റീവ് ചാർജ് ഇവിടെ, ബോണ്ട് ഇവിടെ, ബോണ്ട് ഇവിടെ, ഡബിൾ ബോണ്ട് ക്ലോറിൻ പ്ലസ് എഗെയിൻ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇലക്ട്രോഫൈൽസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. ഇലക്ട്രോൺ കുറവുള്ള ആളുകളാണ് ആര്, നമ്മുടെ ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. E+ എന്നാണ് നമ്മൾ അവരെ പറയാറുള്ളത് അല്ലേ? സോ ഈ പോസിറ്റീവ് ചാർജുള്ള ആളുകൾ വരുമ്പോൾ എങ്ങോട്ടാ വരിക, അവർ നെഗറ്റീവ് ചാർജുള്ള സ്ഥലത്തേക്കാണ് വരിക. കറക്റ്റ് അല്ലേ? ഇലക്ട്രോൺ റിച്ച് ആയ സ്ഥലത്തേക്കാണ് അവർ വരുന്നത്. സോ ഇങ്ങനെ ഈ ഒരു റെസൊണൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എവിടെയാണ് ആ ഒരു നെഗറ്റീവ് ചാർജസ് ഉള്ളത് എന്നുള്ളത്. സോ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ആര് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹാലോ അരീൻ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം, ദേ ആർ ഓർത്തോ പാര ഡയറക്റ്റിംഗ്, പക്ഷേ അവരെന്താണ്, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. വൈ ഡീആക്ടിവേറ്റിംഗ്? Yes, halogen is being a slightly deactivating and orthopara directing group ആണ് ആര്, നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ?
യെസ്. ഓക്കെ, ഡീആക്ടിവേറ്റിംഗും ഓർത്തോ പാര ഡയറക്റ്റിംഗും ആണ് ആര്, നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാലോ അരിയൻസ് അണ്ടർഗോ യൂഷ്വലി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ റിംഗ് സച്ച് ആസ് ഹാലോജിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻസ് രണ്ടും അണ്ടർഗോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാലജൻ ബീയിങ് എന്താണ് ബിസൈഡ്സ് ബീയിങ് സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ഈസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ്. അവർ സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്, പക്ഷെ അവരെന്താണ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സും ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് നമുക്ക് നമ്മുടെ ഈ ഒരു 4 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും ആണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ എന്തായാലും ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. Clear alle? Yes. So due to the resonance, the electron density at ortho and para positions are more than in meta position. So halogens വരുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ആളുകൾ എങ്ങോട്ട് വരും, നമ്മുടെ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻസിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തോ പാര ഡയറക്റ്റ് എന്ന് പറയാൻ കാരണം. ഇനി എന്തുകൊണ്ടാണ് ഡീആക്ടിവേറ്റിംഗ് പറയാൻ കാരണം? കാർബൺ ഹാലജൻ ബോണ്ട് ആണല്ലോ ഇവിടെ ഉള്ളത്. സോ ഇതിന് കുറച്ചൊരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. സോ ഇവർ ഇങ്ങനെ ഇലക്ട്രോണിനെ എടുക്കാനായിട്ട് നോക്കും. സോ ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ റിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് എന്നും കൂടെ വിളിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഡ്യൂ ടു റെസൊനൻസ് ആണ് അവരെന്തായത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയത്. പക്ഷേ ഹാലജൻ ആറ്റം ബിക്കോസ് ഓഫ് ഇറ്റ്സ് മൈനസ് ഐ ഇഫക്ട് ദേ ഹാവ് സം ടെൻഡൻസി ടു വിഡ്രോ ദ ഇലക്ട്രോൺ ഫ്രം ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് അതായത് നമ്മൾ ഈ കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് ബെൻസീൻ റിംഗിലുള്ള കാർബൺ ആണ്. സോ ഈ ബെൻസീൻ റിംഗിൽ നിന്നും ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും അവർ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ആസ് എ റിസൾട്ട് ദ റിംഗ് ഗെറ്റ് സംവാട്ട് ഡീആക്ടിവേറ്റഡ് കമ്പയർഡ് ടു ബെൻസീൻ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ബെൻസീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിരിക്കും കമ്പയർഡ് ടു ബെൻസീൻ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. യെസ്. ആൻഡ് ഫസ്റ്റ് നമ്മുടെ ഹാലോജിനേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം ഹാലോജിനേഷൻ നമ്മൾ എപ്പോഴും നടത്തുന്നത് നമ്മുടെ ഹാലജൻ നമ്മൾ എടുക്കും അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഇതിന്റെ പ്രസൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കുക, അവിടെ ഹാലോജിനേഷൻ ആണ് നടക്കുക. ഓർത്തോ ആൻഡ് പാരാ പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ്. പാരാ പ്രോഡക്റ്റ് ആയിരിക്കും എപ്പോഴും മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. കാരണം ഇവരാണ് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് അറേഞ്ച്മെന്റ് ഉള്ള ആളുകൾ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ നൈട്രേഷൻ നോക്കുകയാണെങ്കിൽ നൈട്രേഷൻ നമുക്കറിയാം നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്താണ്, കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ആയിരിക്കും. ആൻഡ് അഗെയിൻ നൈട്രോ ഗ്രൂപ്പ് ആണ്. ഓർത്തോ ആൻഡ് പാരാ പ്രോഡക്ട്സ് ആർ ദി പ്രോഡക്ട്സ്. ആൻഡ് ഇവിടെയും അഗെയിൻ പാരാ പ്രോഡക്റ്റ് ആണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി സൾഫണേഷൻ ആകുമ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഗെയിൻ ഓർത്തോ പാരാ സൾഫോണിക് ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഒരു RCl അല്ലെങ്കിൽ RX ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്, ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എടുക്കാം, ഇവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി അസൈലേഷൻ ആണെങ്കിൽ എന്താണ് നമ്മുടെ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, CH3CO ഗ്രൂപ്പിനെയാണ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയാറുള്ളത്. സോ അസൈലേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ CH3COCl നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ആര് കിട്ടും, COCH3 നമുക്കിവിടെ ആഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ H2SO4 എടുക്കുന്നു, SO3H ആഡ് ചെയ്യപ്പെടുന്നു. HNO3യും H2SO4ഉം എടുക്കുന്നു, NO2 ആഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ നമ്മൾ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് എടുക്കുന്നു, ക്ലോറിൻ ആഡ് ചെയ്യപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്കിത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓൾദോ ക്ലോറിൻ ഇസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് യെറ്റ് ഇറ്റ് ഈസ് ആൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആൻഡ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. വൈ? നമുക്കറിയാം ക്ലോറിനെ അതിന്റെ ഒരു മൈനസ് ഐ ഇഫക്റ്റ് കാരണം അതെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ക്ലോറിൻ വിഡ്രോസ് ഇലക്ട്രോൺ ത്രൂ ഇൻഡക്റ്റീവ് എഫക്ട്. ഏത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, മൈനസ് ഐ ഇഫക്റ്റ് കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ. യെസ്. എഫക്ട് ആൻഡ് റിലീസസ് ദി ഇലക്ട്രോൺ. ഇവിടെ അവരെന്താ ഇവരവിടെ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് എഫക്റ്റും കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണെങ്കിൽ അവർ ഡീസ്റ്റെബിലൈസേഷൻ നടത്തുകയാണ് ചെയ്യുക നമ്മുടെ എന്തിന്റെ, കാർബോ കാറ്റയോണിന്റെ. അല്ലെ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ എന്താ സംഭവിക്കുക, ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് നമ്മുടെ E+ വരികയാണെന്നുള്ള കാര്യം, നമ്മൾ ഇലക്ട്രോഫൈൽ ഇങ്ങോട്ട് വരികയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. യെസ്.
കറക്റ്റ് അല്ല? ഇ പ്ലസ് എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇവിടെ നെഗറ്റീവ് ചാർജ് ആവും, ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും. ഇങ്ങനെ ഓൾറെഡി പോസിറ്റീവ് ചാർജിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ക്ലോറിൻ വീണ്ടും എടുക്കാൻ നോക്കുകയാണെങ്കിൽ അതെന്താണ്? ഡീആക്ടിവേറ്റിംഗ് സ്വഭാവമാണ് അല്ലേ? സോ അവർ ഡീആക്ടിവേറ്റ് ചെയ്യാൻ നോക്കും. എങ്ങനെ നമ്മുടെ ഓൾറെഡി ഉള്ള കാർബോകാറ്റയോണിനെ. കറക്റ്റ് അല്ലേ? ഡ്യൂറിങ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പക്ഷേ റെസൊണൻസിൽ അവരെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ആ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ചാർജസ് വരുന്നത് ഓർത്തോ പാര പൊസിഷൻസിലായതുകൊണ്ടാണ് നമ്മൾ അവരെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണെന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ദ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇസ് സ്ട്രോങ്ങർ ദാൻ റെസൊണൻസ് ആൻഡ് കോസ് നെറ്റ് ഇലക്ട്രോൺ വിത്ഡ്രോവൽ ആൻഡ് ദസ് കോസ് ഡീആക്ടിവേഷൻ. അതായത് യെസ്, അപ്പോൾ ഓർത്തോ പാരാ പൊസിഷൻസിലാണ് ഈ എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയാറ്. ഏത്? റെസൊണൻസ് എഫക്റ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഡീആക്ടിവേഷന്റെ കേസിൽ നമ്മൾ പറയുന്നത് അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡീആക്ടിവേഷന്റെ കേസ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം റെസൊണൻസ് നോക്കുന്ന സമയത്ത്, റിയാക്ടിവിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? അവരുടെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്നാണ് നമ്മൾ പറയാറുള്ളത്. ക്ലിയർ? യെസ്. ഓക്കെ, അവരുടെ എന്താ പറയുക, ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ എന്നുള്ള കാര്യം നമ്മൾ മോസ്റ്റ്ലി പറയാറുള്ളത് ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കിയിട്ടും അവരുടെ ഓറിയന്റേഷൻ നമ്മൾ കൂടുതലായിട്ട് പറയാറുള്ളത് റെസൊണൻസ് എഫക്റ്റ് നോക്കിയിട്ടുമാണ്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണമാണ് അവർക്ക് ഡീആക്ടിവേറ്റഡ് ആണെന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. അതായത് അവരുടെ ആക്ടിവിറ്റി, റിയാക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, റിയാക്ടിവിറ്റി ഈസ് ദസ് കൺട്രോൾഡ് ബൈ സ്ട്രോങ്ങർ ഇൻഡക്റ്റീവ് എഫക്ട് ആൻഡ് ദി ഓറിയന്റേഷൻ ഈസ് കൺട്രോൾഡ് ബൈ റെസൊണൻസ് ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? യെസ്. അഗെയിൻ നമ്മുടെ ഹാലോ അരീൻസിന്റെ കേസിലും റിയാക്ഷൻ വിത്ത് മെറ്റൽസും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ആര് മാത്രമേ ഉള്ളൂ? റിയാക്ഷൻ വിത്ത് മെറ്റൽസ് മാത്രമേ ഉള്ളൂ. ഈ റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ നമ്മൾ നേരത്തെ ഹാലോ ആൽക്കെയിൻസിലെ കേസിൽ നമ്മൾ ഒരു റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷന്റെ എന്താ പറയുക, ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? RX + 2Na + RX ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. എന്ത് ഫോം ചെയ്തു? ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വുഡ്സ് റിയാക്ഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഈ വുഡ്സ് റിയാക്ഷനിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ ആരെടുക്കാണ്? ഇവിടെ അരൈൽ ഹാലൈഡിന് എടുക്കാണ്. അത് മാത്രമേ ഉള്ളൂ എന്ത് ഒരു ഡിഫറൻസ്, വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ എഗെയിൻ ഇവിടുന്ന് എക്സ് പോവും, അപ്പുറത്തുനിന്ന് എക്സ് പോവും, രണ്ടുപേരും ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഫിറ്റിക് റിയാക്ഷൻ. ഇനി ആൽക്കൈൽ ഹാലൈഡും സോഡിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വുഡ്സ് റിയാക്ഷൻ, അരൈൽ ഹാലൈഡും സോഡിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫിറ്റിക് റിയാക്ഷൻ. ഇനി ഒരു ആൽക്കൈൽ ഹാലൈഡും പ്ലസ് 2Na പ്ലസ് ഒരു അരൈൽ ഹാലൈഡും, ഓക്കെ, ഒരു ആൽക്കൈലും അരൈലും കൂടെ എന്ത് ചെയ്യാണ്? റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ് ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുക? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൻഡ് അരൈൽ ഹാലൈഡ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ എഗെയിൻ നമ്മൾ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യണം. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എഗെയിൻ ഞാൻ പറഞ്ഞു, പോളിഹാലജൻ കോമ്പൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഈ പോളിഹാലജൻ കോമ്പൗണ്ട്സിന്റെ കേസിലുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. യെസ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യമൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് കൊടുക്കുക എന്നുള്ള കാര്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Which alkyl halide from the following pairs would expect to react more rapidly by an SN2 mechanism? SN2 മെക്കാനിസത്തിന്റെ ഓർഡർ നമ്മൾ അറിയാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് സെക്കൻഡറി. സോ ഫസ്റ്റ് വൺ ആണ് എന്ത് ചെയ്യുക? SN2 മെക്കാനിസം അണ്ടർഗോ ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമുക്കുള്ളത് സെക്കൻഡറി, ടേർഷ്യറി. അഗെയിൻ SN2 ആര് അണ്ടർഗോ ചെയ്യും? സെക്കൻഡറി ആണ് അണ്ടർഗോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ പ്രൈമറി, സെക്കൻഡറി. പക്ഷേ ഇവിടെ നിങ്ങൾ പ്രൈമറി, അഗെയിൻ അത് പ്രൈമറി. ഇവർ രണ്ടുപേരിലും ആരാ ആദ്യം ഏറ്റവും ഈസി ആയിട്ട് SN2 മെക്കാനിസം അണ്ടർഗോ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കറിയാം SN2 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ സ്റ്റെറിക് എഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ഇവിടെ ഈ ഒരു BRന്റെ പൊസിഷനിലേക്കാണ് നമ്മുടെ ആര് വരേണ്ടത്? ന്യൂക്ലിയോഫൈൽ വരേണ്ടത്. അപ്പോൾ ഈ BRന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ വരുന്ന OH എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും BRന്റെ പൊസിഷൻസിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണുള്ളത്. രണ്ടും ഒരേ ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, CH3. ഇനി രണ്ടിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ 1
ടു, അതായത് നമ്മുടെ Br ഉള്ള കാർബൺ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാർബണിലാണ് ആരുള്ളത്, നമ്മുടെ CH3 ഉള്ളത്. കറക്റ്റ് അല്ലേ? പക്ഷെ ഇവിടെ ആണെങ്കിലോ ആ Br അറ്റാച്ച് ചെയ്ത കാർബണിന്റെ തൊട്ടടുത്ത കാർബണിലാണ് നമുക്ക് ആ ഒരു CH3 പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഹിൻഡ്രൻസ് എവിടെയായിരിക്കും കൂടുതൽ? ഹിൻഡ്രൻസ് കൂടുതൽ ഇവിടെയായിരിക്കും. ഹിൻഡ്രൻസ് ഇൻക്രീസസ്. സോ ഇവിടെയും ആരാണ് അണ്ടർഗോ ചെയ്യുക? SN2 മെക്കാനിസം ഫസ്റ്റ് വൺ ആണ് അണ്ടർഗോ ചെയ്യുക. കാരണം ആ CH3 അല്ലെങ്കിൽ ആ ഒരു ബൾക്കി ഗ്രൂപ്പ് കുറച്ച് ദൂരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരായിരിക്കും ഏറ്റവും പെട്ടെന്ന് SN2 മെക്കാനിസം അണ്ടർഗോ ചെയ്യാന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്, ഓക്കെ. Next one. In the following pairs of halogen compounds, a compound which undergo SN1 faster. Okay, ഇത് കണ്ടാൽ തന്നെ നമുക്ക് പറയാം this is tertiary and this is secondary. So this will undergo, കാരണം tertiary ആണ് secondary ആണ്. ക്ലിയർ ആണോ? യെസ്. ഇതെന്താണ്? സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്. സോ ദിസ് വൺ വിൽ അണ്ടർഗോ ദ റിയാക്ഷൻ മോർ ഫാസ്റ്റർ. കാരണം സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോകാറ്റയോൺ. ഇവിടെ വരുമ്പോൾ tertiary കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോകാറ്റയോൺ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്കറിയാം ദിസ് ഈസ് നമ്മുടെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആൽക്കൈൽ ഹാലൈഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമേഷൻ. അതായത് നമ്മളൊരു RBr ഇൻ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് ഡ്രൈ ഈതർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 6 MgBr ആണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്കറിയാം. സോ സൈക്ലോഹെക്സൈന് ഒരു MgBr. ഇതിനെപ്പം നമ്മൾ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം ദിസ് വിൽ കൺവേർട്ട് ഇൻ ടു എന്താണ് കൺവേർട്ട് ആവുക? എങ്ങനെയാണ് കൺവേർട്ട് ആവുക? ഇവിടെ നമ്മുടെ OH വരും, ദെൻ OH അല്ല H. യെസ്, ഇതാരായിട്ട് മാറും? സൈക്ലോ ഹെക്സൈൻ ആയിട്ട് മാറും. എവിടെയെങ്കിലും ഒരു പ്രോട്ടോണിക് സോൾവെന്റിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യപ്പെടുക, പ്ലസ് MgOH ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ A ഈക്വൽ ടു എന്താണ്? നമ്മുടെ MgBr ആണ്. B ഈക്വൽ ടു എന്താണ്? നമ്മുടെ സൈക്ലോ ഹെക്സൈൻ പ്ലസ് MgOH ആണ്. ക്ലിയർ ആണോ? യെസ്, നോ ഡൗട്ട്സ്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി RBr Mg ഡ്രൈ ഈതറിലാണെങ്കിലോ? യെസ്, നമുക്ക് എന്ത് കിട്ടും? RMgBr കിട്ടും. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ D2O ആയിട്ട് റിയാക്ട് ചെയ്തു. D2O ആയിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ എന്താണ്? ഡ്യൂട്ടീരിയം ആണ്, ഹൈഡ്രജൻ കുറച്ചുകൂടെ ഹാർഡ് വാട്ടർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്നാണ് ചോദിച്ചത്. എഗെയിൻ ഇവിടെ എന്ത് മാറും? RD ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? RD പ്ലസ് MgODBr ആയിട്ട് മാറും. OH അല്ല, OD ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് തന്ന R ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇതാണ് നമ്മുടെ R. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്. സോ CH3 ഇവിടെയാണ് നമ്മുടെ D വന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? അപ്പം നമ്മുടെ MgBr. ദാറ്റ് മീൻസ് നമ്മുടെ R എന്ന് പറയുന്നത് CH3 CH2 CH3 ആയിരിക്കും. നമ്മുടെ R എന്ന് പറയുന്നത് എന്താണ്? CH3 CH3Br. ഇതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ മെഗ്നീഷ്യം ഇട്ടപ്പം ഇവിടെ MgBr ആയി. അതിന് ഞാൻ D2ലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? MgBr അവിടുന്ന് തട്ടിയിട്ട് D ഇവിടെ വന്നു. ദെൻ MgDBr ആയിട്ട് അവർ മാറാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഈ ഡീനെ നമ്മൾ മാറ്റുക, അവിടെ MgBr ആദ്യം ഇട്ട് കൊടുക്കുക, ദെൻ അവിടുന്ന് മെഗ്നീഷ്യത്തിനെ മാറ്റുക, ബ്രോമിയം ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ R കിട്ടി. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് R' കണ്ടുപിടിക്കണം ഇവിടെ ഉള്ളത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആരെയാണ്? നമ്മുടെ R' കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുണ്ട്. R'(X) സോഡിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരാളാണ് കിട്ടിയത്. അതിനെ നമ്മൾ മെഗ്നീഷ്യം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ഡീനെ കിട്ടി. ദെൻ നമുക്ക് ഈനെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? യെസ്. സോ നമ്മൾ ആദ്യം R' കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ആറിന്റെ സ്ഥലത്താണ് ആരുള്ളത്? നമ്മുടെ CH3 ഇതിനെ നമ്മൾ 2 ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുക. സോ കറക്റ്റ് അല്ലേ? നമുക്ക് R കിട്ടണമെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് ഏതായിരുന്നു? CH3X. ഇതാണ് നമ്മുടെ R'(X) അല്ലെങ്കിൽ R' ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആയിരുന്നു. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3 MgBr ആയിട്ട് മാറും. അതിനെ നമ്മൾ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും CH3 എന്ന് നമുക്ക് കിട്ടും, പ്ലസ് MgOHBr. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ?
യെസ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ പോളി ഹാലജൻ കോമ്പൗണ്ട്സ് നിങ്ങൾ എന്താ പറയുക ഒന്ന് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തിട്ട്. വെറുതെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്ന രീതിയിലായിരിക്കും ഇത് ഞാൻ വായിച്ചെന്നുണ്ടായിരിക്കുക. സോ ഇതൊന്നും നിങ്ങൾ വായിക്കാതെ പോകരുത്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതോടുകൂടി NCERT നമ്മുടെ ലൈൻ ബൈ ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആൻഡ് ഓൾസോ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ വരുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാമിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ടെലഗ്രാമിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ആൻഡ് എഗെയിൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയാട്ടോ. മാം അടിപൊളി ക്ലാസ് ആയിരുന്നോ, അല്ലേ ഇനിയും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താനുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വാല്യൂബിൾ ആണ്. ഞങ്ങൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നിപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനിയും വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ, ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്തു മലയാളം. ബൈ ബൈ.